من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وقال نبينا وحبيبنا محمد رسول الله صلى الله عليه وسلم: من دعا إلى هدى كان له من الأجر مثل أجور من تبعه لا ينقص ذلك من أجورهم شيئا، ومن دعا إلى ضلالة كان عليه من الإثم مثل آثام من تبعه لا ينقص من آثامهم شيئا. ما جف دمع سال من عينيني لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما. अमल से जिंदगी बनती है जन्नत भी जहन्नम भी, अमल से जिंदगी बनती है जन्नत भी जहन्नम भी, ये खाकी अपने फितरत में न नूरी है न नारी है। सल्लल्लाहु अलैहि मुहम्मद सल्लल्लाहु अलैहि वसल्लम, सल्लल्लाहु अलैहि मुहम्मद सल्लल्लाहु अलैहि वसल्लम। अल्लाहुम्मा सल्लि अला मुहम्मद या रब्बी सल्लि अलैहि वसल्लम. आदरणीयराയ വേദിയുടെ അധ്യക്ഷൻ ആദരണീയരായ പി യൂസുഫ് ഹാജി അവറുകളെ, സൂപ്പി ഹാജി അവറുകളെ, ഇവിടെ ഈ ഭാഗത്തൊക്കെ കുറേ യൂസുഫും ഇസ്മായിലും സൂപ്പി ഉള്ളതുകൊണ്ട് ഇപ്പോഴും കൺഫ്യൂഷനാവും എനിക്ക്. സൂപ്പി മാസ്റ്റർമാർ കുറേ കെ സൂപ്പി, എൻ്റെ സൂപ്പി മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞു പാനൂരില്ലേ 2-3 സൂപ്പി, ഒന്ന് നമ്മളെ ഈ കെ സൂപ്പി ഹാജി. എനിക്ക് കുറേ കാല കൺഫ്യൂഷൻ, 3 സൂപ്പി ഏതാന്ന് തിരിയില്ലേന്നു. KM KV KK എന്ന് പറയാന്നല്ലാതെ തിരിയില്ലേന്നു. ഇപ്പം അടുത്താണ് പിന്നെ മനസ്സിലായത്. അതിലൊരു സൂപ്പി മാസ്റ്റർ മരിച്ചുപോയി. അള്ളാഹുരുടെ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന 2 പേർക്കും അള്ളാഹു ആരോഗ്യത്തോടെ ദീർഘായുസ്സ് കൊടുക്കട്ടെ. വേദിയുടെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന ആദരണീയരായ പി സൂപ്പി ഹാജി അവറുകളെ, നമ്മുടെ ഈ വേദി ധന്യരാക്കാനായി ഇവിടെ എത്തിച്ചേർന്ന ആദരണീയരായ നമ്മുടെ ഈ പ്രദേശത്തെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മുന്നണി പോരാളികളായ ഉമറാക്കളിൽ പ്രധാനിയായ കെ സൂപ്പി ഹാജി അവറുകളെ, ആദരണീയരായ CH യൂസുഫ് ഹാജി അവറുകളെ, CH മൂസ ഹാജി അവറുകളെ, ഈ പിള്ളേരുടെ പേരൊന്നും ഞാൻ പറയാക്കലാണല്ലേ, മാറും ചിലപ്പം. ആദരണീയരായ വേദിയിൽ ഉപവിട്ടരായ സമുന്നതരായ നേതാക്കളെ, ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച അല്ലാഹുവിന്റെ പരിശുദ്ധ ഇൽമിന്റെ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് ചേർന്നത് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ.
ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൽമിന് അത്രയും വലിയ പ്രാധാന്യമുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് പുരുഷന്മാരെല്ലാം പള്ളിയിലേക്ക് പോകും. അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ഒരു സഹാബി വന്നുകൊണ്ട് ചോദിച്ചു, നബിയേ, മരിക്കാൻ പോകുന്നുവെന്ന വിവരം ഞാൻ അറിഞ്ഞാൽ അതിന് മുമ്പ് എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന, സ്വർഗം വാങ്ങാൻ പറ്റാവുന്ന അമൽ ഏതാണ് നബിയെ ചെയ്യാൻ പറ്റാവുന്നത്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞത് തലബുൽ ഇൽമി, ഇൽമ പഠിക്കുക എന്നാണ്. അസ്രായീൽ ഒരാളുടെ സന്നിധിയിൽ ഇറങ്ങി വന്നു എന്ന് വെക്കുക. എന്നിട്ട് അയാളോട് പറയുകയാണ്, 1 മണിക്കൂർ സമയമേ നിങ്ങൾക്ക് ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താവും? ഇസ്രായേൽ അങ്ങനെ പറഞ്ഞു എന്ന് മനസ്സിലാക്കുക. മരിക്കാൻ പോകുന്ന വിവരം ഒരാൾക്ക് അറിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ 1 മണിക്കൂർ സമയം കൊണ്ട് സ്വർഗം നേടാൻ പറ്റാവുന്ന എന്ത് അമലിലാണ് നബിയെ ഞാൻ വ്യാപൃതനാകേണ്ടത് എന്ന് അസ്വഹാബി അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്തത് തലബുൽ ഇൽമി, ഇൽമ പഠിക്കലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇത്രമേൽ പ്രാധാന്യമാണ് ഇൽമിന്. നമ്മുടെ ഇന്നത്തെ വിഷയം മലനാടിനുമുണ്ടൊരു കഥ പറയാൻ എന്നാണ്. മലനാട് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേരളം എന്നാണ്. ധാരാളം മലകളുണ്ടല്ലോ. നിങ്ങളുടെ നാട്ടിലാണ് മലകൾ അങ്ങനെ കാണാത്തത്. മല എന്ന് പേരുള്ള ഒരു ജില്ല തന്നെയുണ്ട് കേരളത്തിൽ. അതാണ് മലപ്പുറം. മലപ്പുറം തന്നെ മലന്റെ പുറം. മലപ്പുറം എന്ന് പറഞ്ഞാൽ മലയുടെ പുറം എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ജില്ലയുടെ പേര് തന്നെ അങ്ങനെയാണ്. മലനാടിന് കൊണ്ടൊരു കഥ പറയാൻ എന്ന് പറഞ്ഞാൽ ആ മലപ്പുറത്തിനുമുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിലെമ്പാടും സംഭവങ്ങൾ പറയാൻ, ഇസ്ലാമിക ചരിത്രത്തിലെമ്പാടും സംഭവങ്ങൾ പറയാൻ. മലകൾ ധാരാളം തിങ്ങി നിറഞ്ഞ നാടാണ് കേരളം. പലരും പറയലങ്ങനെ കേരളത്തില് സൗകര്യം കുറവാണെന്നാണ്. കർണാടകയിൽ പോയ പോലെയല്ല. കർണാടകയിൽ പോയാൽ കണ്ണത്തോ ദൂരത്ത് പരന്ന സമതലമായി കിടക്കുന്ന ഭൂമി കാണാം. ആന്ധ്രയിൽ അങ്ങനെ കാണാം. പർവ്വതങ്ങൾ വളരെ വിരളമായേ കാണാറുള്ളൂ. എന്നാൽ കേരളം മുഴുക്കയും പർവ്വതങ്ങൾ നിറഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് വിഷയത്തിന് അങ്ങനെ ഒരു ഹെഡിങ് കൊടുത്തത്. മലനാടിനെ കൊണ്ടങ്ങനെ കഥ പറയാൻ എന്ന് പറഞ്ഞാൽ ഒട്ടേറെ കഥകൾ പറയാനുണ്ടാകും ഓരോ മണ്ണിനും. ഞാനിങ്ങനെ ആലോചിച്ചു പോകാറുണ്ട്. പരിശുദ്ധമായ മക്കയിലും മദീനയിലും പോയാൽ, മക്കയിലെത്തിയാൽ ജബലുന്നൂർ കാണുമ്പോൾ എനിക്ക് തോന്നിപ്പോകാറുണ്ട്. ജബലുന്നൂറിന്റെ ചരിത്രം നമ്മൾ വായിക്കുന്നത് കിതാബുകളിൽ നിന്നോ പുസ്തകങ്ങളിൽ നിന്നോ വായിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത്. എന്നാൽ ഞാനിങ്ങനെ ചിന്തിച്ചു പോകാറുണ്ട്, ജബലുന്നൂറിനെ സംസാരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകിയിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് എന്തെന്ത് കഥ പറയാനുണ്ടാകും ജബലുന്നൂറിന്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പരിശുദ്ധമായ ഖുർആന്റെ ആദ്യ വചനം ഓതി കേൾപ്പിച്ചു കൊടുക്കുന്ന ആ ദിവസത്തെ കുറിച്ച് എന്തുമാത്രം ആചാരമാകുമായിരുന്നു ജബലുന്നൂർ എന്നെനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ജബലുന്നൂർ കൂടെ ഉള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ ഞാൻ ഓർത്തു പോവുകയാണ്. ഉഹദിന്റെ ഇടഭൂമിയിൽ ചെന്നു. ഉഹദ് ഉള്ളത് മദീനയിലാണല്ലോ. ഉഹദ് യുദ്ധം നടന്നത് മദീനയിലാണ്. മദീന മുനവ്വറയിലാണല്ലോ ഉഹദ് നടന്നത്. ആ ഉഹദിന്റെ രണഭൂമിയിൽ ചെന്ന് ഉഹദിന്റെ ചരിത്രങ്ങൾ കൂടെയുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു മതി പറയാതെ വന്നപ്പോ മാത്രമല്ല എന്റെ മനസ്സിലുള്ളതെല്ലാം തോർന്നു പോയപ്പോൾ ഞാൻ ഇങ്ങനെയും പറഞ്ഞു പോയത് ഞാൻ ഓർക്കുകയാണ്. നമുക്കറിയാവുന്നത് ഇത്രയേ ഉള്ളൂ. ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റാവുന്നത് 1000ഓളം വരുന്ന സ്വഹാബികൾ പോരാടിയ മണ്ണാണിത്. നമുക്ക് പറയാൻ പറ്റിയാൽ 10-20 സഹാബികളുടെ ത്യാഗത്തിന്റെ ചരിത്രമേ വായിക്കാനും കഴിയും, പറയാനും കഴിയും. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശിരസിന് മുറിവ് പറ്റിയ മണ്ണാണിത്. റസൂലുള്ളാഹിന്റെ മുൻപല്ല് പൊട്ടിപ്പോയ മണ്ണാണിത്.
ഈ മണ്ണിന്റെ ചരിത്രം ശരിക്കു പറയാൻ കഴിയുന്നത് ഈ ഉഹദ് മലകൾക്കാണ്. ഉഹദ് മലകൾക്കെങ്ങാനും സംസാരിക്കാൻ അല്ലാഹു തൗഫീഖ് കൊടുത്തിരുന്നെങ്കിൽ, നമുക്കത് കേൾക്കാൻ അല്ലാഹു അതിനുള്ള കഴിവ് അല്ലാഹു നമുക്ക് തന്നിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ശിരസിന് മുറിവുപറ്റിയ ആ ദിവസവും സമയവും മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിരസിന് മുറിവുപറ്റിയപ്പോൾ റസൂലുള്ളാഹിനെ കൊണ്ടുപോയി കിടത്താൻ, ചികിത്സിക്കാൻ കിടത്തിയത് ഉഹദ് മലയുടെ താഴ്ന്ന ഭാഗത്തുള്ള ഒരു ചെരുവിലായിരുന്നു. ഇവിടെ ഇപ്പോഴും കാണാം മലയുടെ ചെറുമലയുടെ ഭാഗമായി നിൽക്കുന്ന ചെറിയൊരു കുന്നിങ്ങനെ പിളർന്ന പോലെ. ആ പിളർപ്പിലാണ് അത്രേ അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ടുപോയി കിടത്തിയത്. അന്ന് മുറിവ് പറ്റിയ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചികിത്സിക്കാൻ, കിടത്താൻ, ഏറ്റെടുക്കാൻ സൗഭാഗ്യമുണ്ടായത് ഉഹദിലെ മലകൾക്കാണ്. അല്ലാഹുവിന്റെ ഹബീബ മലയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ന ജബല ഉഹദി യുഹിബ്ബുനാ ഫനുഹിബ്ബു, ഇന്ന ജബല ഉഹദി യുഹിബ്ബുനാ ഫനുഹിബ്ബു. ഉഹദ് പർവ്വതം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മളും ഉഹദിനെ സ്നേഹിക്കണം എന്ന്, ഉഹദ് മലയെ സ്നേഹിക്കണം എന്ന് 14 നൂറ്റാണ്ട് മുമ്പ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയുന്നത് മലകൾക്ക് ഇസ്ലാമിൽ വല്ലാത്ത പ്രാധാന്യം കാണാൻ കഴിയും. ഇസ്ലാമിക ചരിത്രത്തിന്റെ തുടക്കം മുതലേ നമ്മൾ വായിക്കുമ്പോൾ പർവ്വതങ്ങളുമായി അതിന്റെ ചരിത്രം ബന്ധപ്പെട്ട് കിടക്കുന്നതായി കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് മലയിലാണ്. ഞാൻ പറഞ്ഞുള്ള ത്യാഗപൂർണമായ യുദ്ധം നടന്നത് ഉഹദിന്റെ രണഭൂമിയിൽ മലയിലാണ്. ബദറിൽ പോയാലും കാണാം അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങിയത് പോലും മലയിലേക്കായിരുന്നു. മലയുടെ താഴ്വാരത്താണല്ലോ പരിശുദ്ധമായ റമദാനിലെ 17ാമത്തെ പകൽ നടന്ന ഗംഭീരമായ പോരാട്ടം ഉണ്ടായത്. ഇസ്ലാമിക ചരിത്രത്തിലൂടെ നമ്മൾ കടന്നുപോയാൽ ഒരുപാട് മലകളുടെ ചരിത്രം പറയാനും ഒരുപാട് മലകളുടെ ചരിത്രം കേൾക്കാനും നമുക്ക് കഴിയും. നമ്മൾ കടന്നു വരുന്നത് മലനാടിന്റെ മലകളുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ മാത്രമല്ല, ഈ നാട്ടിൽ കടന്നുപോയ മഹാരഥന്മാരുടെ ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വഴിയെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ചരിത്രം പറയണമെന്നും ചരിത്രം കേൾക്കണമെന്നും ചരിത്രം പകർന്നു കൊടുക്കണമെന്നും അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖുർആന്റെ ആഹ്വാനമാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ എത്രയോ ചരിത്രങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലേ നമുക്കത് പഠിക്കാനും വായിക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ടാണ്. പഠിക്കാനും വായിക്കാനൊന്നും സമയം നമുക്കില്ലാത്തത് കൊണ്ടാണ്. എത്ര കഥകളാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തന്നത്. പെങ്ങളെ മനുഷ്യർ തന്നെ കെട്ടിച്ചമച്ചുണ്ടാകുന്ന ഇല്ലാത്ത കഥകളടങ്ങുന്ന തീമകളടങ്ങുന്ന സിനിമയും സീരിയലും കാണാനിരിക്കുന്ന പെങ്ങളെ, ഖുർആൻ ഒന്ന് മറച്ചു നോക്കിയിട്ട് ഖുർആനിൽ അല്ലാഹു പറഞ്ഞ കഥകൾ എന്തോ എന്ന് വായിക്കാൻ ഒരു സമയം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ. ഔ കല്ലദീ മർറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ ഖാല അന്നാ യുഹീ ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ ഫഅമാതഹു അല്ലാഹു മിഅത ആമിൻ ثم بعثه قال كم لبثت قال لبثت يوما أو بعض يوم. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തൂടെ ഒരു മലയിലൂടെ നടന്നുപോയ ഒരു മഹാനെ കുറിച്ചാണ് ഖുർആൻ അത് പറഞ്ഞത്. ബൈത്തുൽ മുഖദ്ദസ് എന്ന ഗ്രാമത്തിലൂടെ ഔ കല്ലദീ മർറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ ഔ കല്ലദീ മർറ അലാ ഖറിയ, ഒരു ഗ്രാമത്തിനടുത്തുകൂടെ നടന്നുപോയ ആളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു തരാം. ശ്രദ്ധിക്കണം, എന്തിനാണ് അല്ലാഹു അത് പറഞ്ഞത്? പല ഗ്രാമങ്ങളിലൂടെയും ചരിത്രത്തിലൂടെ നടന്നുപോയവരെ നമ്മൾ ഓർക്കണം, സ്മരിക്കണം എന്ന് പഠിപ്പിക്കുവാനാണ്. ഔ കല്ലദീ മർറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ ഔ കല്ലദീ മർറ അലാ ഖറിയ, ഗ്രാമത്തിനരികിലൂടെ നടന്നുപോയാൽ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ ഔ കല്ലദീ മർറ അലാ ഖറിയ, ഗ്രാമത്തിനടുത്തുകൂടെ നടന്നുപോയ ആൾ, അയാൾ അങ്ങനെ നടന്നു പോവുകയാണ്. ആരാണത്? മഹാനായ ഉസൈർ റളിയല്ലാഹു അൻഹു. ആരാണ് ഈ ഉസൈർ? ബനു ഇസ്രായീലിലെ മഹാനായിരുന്ന ഉസൈർ. മഹാനായ ഉസൈർ പ്രവാചകനല്ല, കാന അബ്ദൻ സ്വാലിഹാ,
പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനങ്ങളിൽ കാണാൻ കഴിയും. കാന ഉസൈർ അബ്ദൻ സ്വാലിഹ, ഉസൈർ റളിയല്ലാഹു അൻഹു സ്വാലിഹായ ഒരു മനുഷ്യനായിരുന്നുവെന്ന്. ആ ഉസൈറിന്റെ ചരിത്രമാണ് അല്ലാഹു എടുത്തു പറയുന്നത്. ഞാനിങ്ങനെ ആലോചിച്ചു പോവുകയാണ്, വഹി നിലച്ചു പോയില്ലായിരുന്നെങ്കിൽ, ശ്രദ്ധിക്കണേ നിങ്ങൾ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തോട് കൂടെ വഹി നിലച്ചു പോയില്ലായിരുന്നെങ്കിൽ, ഖിയാമത്ത് നാൾ വരെ ആകാശത്ത് നിന്ന് വഹി ഇറങ്ങുമായിരുന്നെങ്കിൽ, ഇന്ന് പല ആളുകളും അപകടനയോട് കൂടെ കാണുന്ന ആളുകളുടെ ചരിത്രം അല്ലാഹു ആകാശത്ത് നിന്ന് പറഞ്ഞു തരുമായിരുന്നു. അത്രമാത്രം വിശുദ്ധമായ ദീനിന് വേണ്ടി സേവനം ചെയ്യാൻ ബൈത്തുൽ മുഖദ്ദസ് തന്നെ ഒരു ചെറിയ കുന്നിലാണല്ലോ. ബൈത്തുൽ മുഖദ്ദസ് തന്നെ ചെറിയൊരു കുന്നിലാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തെമ്പാടും മലകളുണ്ട്, കുന്നുകളുണ്ട്. ഫലസ്തീൻ യാത്ര ചെയ്ത ആളുകൾക്കതറിയാം. അബ്ദുള്ള മാസ്റ്ററോട് ചോദിച്ചാൽ, അബ്ദുള്ള ഹാജിയോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ബൈത്തുൽ മുഖദ്ദസ് തന്നെ കുന്നിലാണ്. നമ്മൾ സ്റ്റെപ്പ് കയറി വേണം മേലോട്ട് പോകാൻ. കുന്നിലൂടെ കുന്നിന്റെ മുകളിലാണ്. അതിനോട് ചേർന്ന് വേറൊരു കുന്നുണ്ട്. ഒലീവ് പർവ്വതം എന്ന് തീനിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലശേഷം വെള്ളപ്പൊക്കമുണ്ടായുള്ള നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ ആ വെള്ളം അതാ ഇറങ്ങുകയാണ്. കപ്പൽ പോയി പലയിൽ പോയി നങ്കൂരമിടുന്നു. ആളുകളെല്ലാം വെളിയിലേക്ക് ഇറങ്ങി നോക്കി. കഴിക്കാനൊന്നുമില്ലവർക്ക്, എല്ലാം വെള്ളത്തിൽ ചീഞ്ഞു പോയിരിക്കുകയാണ്. വിശക്കുന്നുണ്ട്, എന്ത് കഴിക്കാൻ? അപ്പോഴാണ് അല്ലാഹു ഒലീവ് എന്ന് പറയുന്ന ലോകത്തെ വലിയ അനുഗ്രഹമായ ചെടി അല്ലാഹു മുളപ്പിച്ചു കൊടുക്കുന്നത്. അത് ഒലീവ് പർവ്വതത്തിൽ ധാരാളം കൃഷി ചെയ്യുന്നുണ്ട്. ആ പർവ്വതത്തിൽ ഇപ്പോഴുമുണ്ടത്. ആ പർവ്വതം അറിയപ്പെടുന്നത് തന്നെ ഒലീവ് പർവ്വതം എന്നാണ്. ആ പർവ്വതമുള്ളത് ബൈത്തുൽ മുഖദ്ദസിനോട് ചേർന്നാണ്. എല്ലാം ഞാൻ പറയുന്നത് പർവ്വതത്തിന് മുകളുമായി, പർവ്വതങ്ങളുമായി വലിയ ബന്ധം കാണാൻ കഴിയും. അല്ലാഹു പറയുന്നത് ആ പർവ്വതത്തിലൂടെ നടന്നുപോയ ഉസൈർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്ത് കൂടെ അയാൾ നടന്നുപോയി. മഹാനായ ഉസൈർ റളിയല്ലാഹു അൻഹുവിന് ഒരു പർണശാല ഉണ്ടായിരുന്നു. ആ പർണശാലയിൽ, എന്തിനാ ഞാൻ ഇത് പറയുന്നത് ഉസ്താദേ? മലനാടിനുമുണ്ടൊരു കഥ പറയാൻ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞാൻ പറയുന്നത് ബനൂ ഇസ്രായേലിൽ ജീവിച്ചുപോയ സ്വാലിഹായ ഒരു മനുഷ്യന്റെ ചരിത്രം അല്ലാഹു പറഞ്ഞു തരികയാണ്. 1,24,000 വരുന്ന പ്രവാചകന്മാർ ഭൂമിയിൽ കടന്നുപോയിട്ടുണ്ട്. എന്തേ 1,00,000 ചരിത്രവും അല്ലാഹു പറഞ്ഞിട്ടില്ല. 50,000 പ്രവാചകന്മാരുടെ ചരിത്രം അല്ലാഹു പറഞ്ഞിട്ടില്ല. 25,000 പ്രവാചകന്മാരുടെ ചരിത്രം പോലും അല്ലാഹു പറഞ്ഞിട്ടില്ല. 313 മുർസലീങ്ങളുണ്ട്. പക്ഷേ ഒരു 100 ചരിത്രം പോലും അല്ലാഹു പറഞ്ഞു തന്നിട്ടില്ല. നമുക്ക് ഖുർആൻ പരതിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് 25ഓളം പ്രവാചകന്മാരെയാണെങ്കിൽ 25ൽ താഴെ പ്രവാചകന്മാരെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാരെ തന്നെ മുഴുവൻ അല്ലാഹു പറഞ്ഞിട്ടില്ല. അതിനിടക്കാണ് അല്ലാഹു സ്വാലിഹീങ്ങളായ അടിമകളെ കുറിച്ച് പറഞ്ഞു തരുന്നത്. എന്തിനാണത്? ഓരോ സമൂഹത്തിലും ജീവിച്ചു പോകുന്ന സ്വാലിഹീങ്ങൾ തിരസ്കരിക്കപ്പെടാൻ പാടില്ല. അവരെ കള്ളന്മാരെന്ന് മുദ്രകുത്താൻ പാടില്ല. അവരുടെ ചരിത്രം പഠിച്ചു മനസ്സിലാക്കണം പിൽക്കാലത്തുള്ള ആളുകൾ എന്ന് അറിയിക്കുവാനാണ്. ബൈത്തുൽ മുഖദ്ദസ് എന്ന ഗ്രാമത്തിലൂടെ നടന്നു പോവുകയാണ്. നടന്നുപോയി അദ്ദേഹത്തിനൊരു പർണശാലയുണ്ടായിരുന്നു. ആ പർണശാലയിൽ അദ്ദേഹം പോയിരിക്കാറുണ്ട്. എല്ലാ ദിവസവും പോകുന്ന പോലെ രാവിലെ വീട്ടിൽ നിന്നിറങ്ങിപ്പോയതാണ്. അങ്ങനെ പർണശാലയിൽ ചെന്നു. അവിടെ ചെയ്യാനുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ഉച്ചയാകുമ്പോൾ അദ്ദേഹം തിരിച്ചു പോരുകയാണ്. അതിശക്തമായ ചൂടായിരുന്നു. അപ്പോൾ ഭയങ്കരമായ ചൂട്. ആ ചൂട് സഹിക്കാൻ കഴിയാതെ വന്നപ്പോ ഈ ഉസൈർ എന്ന് പറയുന്ന മഹാൻ വഴിയിൽ കണ്ട ഒരു ചെറിയ വീട്ടിന്റെ അകത്തേക്ക് കയറുകയാണ് തണൽ കൊല്ലാനായി. അപ്പൊ വല്ലാതെ വിശക്കുന്നുണ്ട്. ഉസൈറിന്റെ കയ്യിൽ 2 കൊട്ടയുണ്ടായിരുന്നു. ഒരു കൊട്ടയിൽ അത്തിപ്പഴമായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റേ കൊട്ടയിൽ ഉണ്ടായിരുന്നത് മുന്തിരിയാണ്. നമ്മളെ വീട്ടിലൊക്കെ കൊട്ട വന്ന് പരിശോധിച്ചാൽ, ആൾക്കൊക്കെ പരിശോധിച്ചാൽ അതിൽ ഇന്നലെ ഉണ്ടാക്കിയ ഉന്നക്കായ ബാക്കിയുണ്ടാവും. നമ്മൾ അള്ളാഹു ഭൂമിയിൽ എന്തൊക്കെ നല്ല സാധനം ഇറക്കണോ അതിനൊക്കെ കോലം മാറ്റുന്ന പണി നമുക്ക്.
ഉന്നക്കായില്ല ഇവിടെ ഉണ്ടോ? ഉണ്ട്. കാരണം പോണതിനനുസരിച്ച് ഇങ്ങനെ ഇല്ലാതാവും. ഇനി ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. നമ്മളെ പണി അള്ളാഹു എന്തൊക്കെ തന്നൊക്കെ കോലം മാറ്റും. അതിനായിട്ട് അള്ളാഹു സൃഷ്ടിച്ച ആൾക്കാരാണ് നിങ്ങളല്ല കേട്ടോ, പാറാട്ടുകാരല്ല. നമ്മളും തോന്നിപ്പോവും. എന്താ പണി? പഴത്തിന് ഗർഭമുണ്ടാക്കുക. അവിടെ ഉണ്ടാവും പഴത്തിന്. വേറെ ഒരു പണി മനുഷ്യന്മാർക്കില്ലേറ്റ് പഴത്തിന് ഗർഭമുണ്ടാക്കുക. എന്നോട് ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരാൾ പറഞ്ഞു, സാറേ ഇതിൻ്റെ പേരറിയുന്ന വെച്ചു. അപ്പം ഞാൻ നോക്കുമ്പോൾ എന്താ കുറേ തേങ്ങയും പഞ്ചസാരയും ഒക്കെ കൂടി കൂട്ടിക്ക് വെച്ചിട്ടൊരു പഴത്തിൻ്റെ ഉള്ളിൽ വെച്ചാണ്. പിന്നെ എങ്ങനെ ആ പഴം കീറിയിട്ട് നമ്മളെ കൂടി അതിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മൾ തിന്നാലേ നമ്മളെ വയറ് എങ്ങനെ കീറാതിരിക്കാനാണ്? അള്ളാഹു എല്ലാറ്റിനും ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാറ്റിനും റബ്ബിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതങ്ങനെ തന്നെ കഴിക്കില്ല. അങ്ങനെ തന്നെ നമ്മൾ ആപ്പിൾ കഴിക്കണം. ആപ്പിളല്ല കഴിക്കാം. നമ്മളൊന്ന് ജ്യൂസ് അടിക്കും. അതെന്നെ ഒന്ന് പാലിലിടും. എന്നിട്ട് പിന്നെ അതിൽ രണ്ട് മൂന്നോ നാലോ അഞ്ചോ കയ്യിൽ പഞ്ചസാര നമ്മളെ കൂടെ നമ്മളെ വകയായിട്ടൊന്ന് അടിച്ചു ചേർത്തു. അപ്പം ആപ്പിളിൻ്റെ ഇക്വേഷൻ തെറ്റിപ്പോയി. ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമത്. നമ്മളെ പണി എന്താന്ന് ചോദിച്ചാൽ അള്ളാഹിൻ്റെ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പണിയാണ്. നോമ്പിന് പോലും നമ്മളെ പണിയല്ലേ? നോമ്പിന് പോലും നമ്മളെ പണി ഇതാണ്. പഴം നിറച്ചത്, ഇറച്ചിപ്പത്തല്, നീച്ച് നിൽക്കണതൊന്ന്, റുക്കൂ ചെയ്യണ വേറൊന്ന്, കിടക്കണതൊന്ന്. എനിക്ക് പേരറിയാത്തോണ്ട് പറയാം. ഞാൻ ചെറിയ ഐറ്റംസാണ്. ഞാനൊരു നാട്ടിൽ ചെന്നപ്പോൾ നാട്ടുകാർ വലിയ അഭിമാനത്തോടെ പറഞ്ഞത്, മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഈ പള്ളി ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ഞങ്ങൾ 100 ഐറ്റംസ് പലഹാരം ഉണ്ടാക്കിയ നാട്ടുകാരാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഒരുപാട് ഇക്വേഷനുകൾ തെറ്റിച്ച ആളുകളാണ് നിങ്ങൾ. അതാണ് ഇതിനർത്ഥം. മഹാനായ ഉസൈറിന്റെ കയ്യിൽ സുല്ലത്താനി 2 കൊട്ടകൾ ഉണ്ടായിരുന്നു. സുല്ലത്തുൻ ഫിഹത്തീൻ, ഒന്നിൽ അത്തിപ്പഴമായിരുന്നു ഉണ്ടായിരുന്നത്. അത്തിപ്പഴം വീട്ടിലുള്ളവരൊന്ന് കൈവെക്കണം. അത്തിപ്പഴം വീട്ടിലുള്ളവരും കൈവെക്കുക. എൻ്റെ റൂമിലുണ്ട് അത്തിപ്പഴം. ഒന്നുമില്ല. എന്നാൽ ഞങ്ങളോട് ചോദിക്കാണ്, ഇന്നലത്തെ ഇറച്ചിപ്പത്തിൽ ബാക്കിയാളെ കൈവെക്കുന്ന പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നില്ല. എല്ലാവരും പൊക്കും. ഏകദേശം എല്ലാവരും പൊക്കുന്ന എനിക്ക് തോന്നുന്നു. അതിൽ അത്തിപ്പഴമുണ്ടായിരുന്നു. വേറൊരു കൊട്ടയുണ്ടായിരുന്നു. അതിൽ മുന്തിരി ഉണ്ടായിരുന്നു. ഈ വീട്ടിലേക്ക് ഉസൈറങ്ങ് കയറി കഴിഞ്ഞപ്പോ ശ്രദ്ധിക്കണം, ഖുർആൻ ഒരു ചരിത്രം പറഞ്ഞു തരികയാണ് നമ്മൾക്ക്. മലയിലൂടെ കടന്നുപോയ ഒരാളെ കുറിച്ച്. അങ്ങനെ ഈ വീടിന്റെ അകത്തേക്ക് കയറിയിട്ട് വിശ്രമിക്കാനും തണൽ കൊള്ളാനും വേണ്ടി ഇരുന്നതാണ്. ആ വീടിന്റെ ചുമരിലേക്ക് തന്റെ 2 കാലുകളും ചേർത്ത് വെച്ചിട്ട് മലർന്നിങ്ങനെ കിടന്നിട്ട് വീടിന്റെ മേൽക്കൂര അങ്ങനെ നോക്കുമ്പോ പഴയ വീടാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെയും ഇവിടെയുമായി കുറെ നുരുമ്പിക്കിടക്കുന്ന ഇല്ലുകൾ കാണുന്നുണ്ട് ഉസൈർ. അപ്പോൾ മനസ്സിലായി ഈ പഴയ വീട്ടിൽ താമസിച്ചു പോയ ആളുകളുടെ ശരീരാവശിഷ്ടങ്ങളാണത്. ആ ഇല്ലുകൾ നോക്കിയിട്ട് ഉസൈർ ചോദിക്കുന്ന ചോദ്യം ഖുർആൻ രേഖപ്പെടുത്തുന്നു, അന്നാ യുഹീ ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ. ഈ എല്ലുകളെ അള്ളാഹു എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത്? നിഷേധിച്ച് ചോദിച്ചതല്ല, അത്ഭുതം കൂടി ചോദിച്ചതാണ്. എങ്ങനെയായിരിക്കും അള്ളാഹു എല്ലുകളെ ജീവിപ്പിക്കുന്ന രംഗം? അപ്പോഴേക്കതങ്ങനെ പറഞ്ഞു കിടന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ വിശക്കുന്നുണ്ട്. വിശന്നപ്പോൾ കയ്യിലുള്ള മുന്തിരിയുടെ കൊട്ടയിൽ നിന്ന് മുന്തിരി എടുത്തു. ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു കയ്യിൽ. ആ പ്ലേറ്റിലേക്ക് ഈ മുന്തിരി അങ്ങനെ പിഴിഞ്ഞിട്ട് പിന്നെ കയ്യിലുണ്ടായിരുന്ന കൊട്ടയിൽ ഒരു ഉണങ്ങിയ റൊട്ടി ഉണ്ടായിരുന്നു. ആ റൊട്ടി എടുത്തിട്ട് അത് ഈ മുന്തിരിച്ചാറിലേക്ക് മുറിച്ചിട്ടു. എന്തിന്? ഉണങ്ങിയ റൊട്ടിയാണ്, അതൊന്ന് പദം വരാൻ. മുന്തിരിച്ചാറിൽ കിടന്നാൽ അതിനൊരു പദം വരും. എന്നിട്ട് കഴിക്കാൻ വിശക്കുന്നുണ്ട്. അങ്ങനെ കിടന്നതാണ്. അപ്പോഴതാ മലക്കുൽ മൗത്ത് ഇറങ്ങി വന്നു. 100 കൊല്ലം ഉസൈറിനെ അല്ലാഹു മരിപ്പിച്ചു കൊടുത്തി എന്ന ഖുർആൻ. ഉസൈറിനെ അല്ലാഹു 100 കൊല്ലം മരിപ്പിച്ചു. അസ്രായീൽ വന്ന് റൂഹങ്ങ് പിടിച്ചു. ഉസൈർ മരിച്ചുപോയി. 100 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഉസൈർ എഴുന്നേൽക്കുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് പോയ ഉസൈറിനെ കാണാനില്ല. ഉസൈറാണെങ്കിൽ ആ നാട്ടിൽ വലിയ പ്രധാനിയായിരുന്നു.
ഉസൈർ ആ നാട്ടിൽ വലിയ പ്രധാനിയായിരുന്നു എന്ന് മാത്രമല്ല, മാരകമായ രോഗങ്ങൾ മന്ത്രിച്ച് സുഖപ്പെടുത്തുന്ന ആളായിരുന്നു ഉസൈർ. അപ്പം മന്ത്രം എന്ന് മാത്രല്ല, ഉസൈർ മന്ത്രിച്ചാൽ സുഖമാകുമായിരുന്നു, ഉസൈർ ഒന്ന് തടവിയാൽ സുഖമാകുമായിരുന്നു. ആണുങ്ങളെ ഒന്നുകൂടി മുന്നോട്ട് കയറിയിരുന്നാൽ ബാക്കിൽ സൗകര്യം കുറവുണ്ട്. ഇപ്പോൾ സൗകര്യപ്പെടുത്താൻ സഹോദരിമാർക്കൊന്നുകൂടെ സൗകര്യപ്പെടുത്താൻ ആണുങ്ങളൊന്ന് കയറിയിരുന്നു. സഹോദരിമാരും നിങ്ങൾക്ക് ഇടയിൽ വിടവുകൾ ഉണ്ടെങ്കിൽ ഒന്ന് അടുപ്പിച്ചിരുന്നാൽ തിരക്കിടില്ല എന്ന് തോന്നുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സ് ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കി തരട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അങ്ങനെ ഉസൈർ എന്ത് ചെയ്തു എന്നറിയുമോ? ഉസൈറിനെ അല്ലാഹു മരിപ്പിച്ചു കളയുകയാണ്. 100 കൊല്ലം അങ്ങനെ തന്നെ മരിച്ചു കിടന്നു. ഖുർആൻ പറഞ്ഞ കഥയാണ്, യക്ഷിക്കഥയല്ല, മായാവിയുടെ കഥയല്ല ഇത്. പെങ്ങളെ, മായാവിയെ കുറിച്ചല്ലേ പൊന്നുമക്കൾക്ക് നമ്മൾ പരിചയപ്പെടുത്തിയത് അല്ലേ? എന്റെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു ചില ബാലരമ അല്ലെ, ബാലരമ എന്നൊക്കെ പറയുന്ന ചില പുസ്തകങ്ങൾ. അത് വാങ്ങിച്ചു കൊടുക്കും ഉപ്പമാർ മക്കൾക്ക്. അതിലെ കുട്ടികൾ ചെറുപ്പത്തിലെ പരിചയപ്പെട്ടത് ഒരു മാന്ത്രിക വടി ഇങ്ങനെ പിടിച്ച മായാവിയെ കുറിച്ചാണ്. ഉസൈറിനെ കുറിച്ച് അറിയാവുന്ന എത്ര പൊന്നുമക്കളുണ്ടമ്മ നിങ്ങളുടെ മക്കളുടെ കൂട്ടത്തിൽ? ഉമ്മമാരെ, ഉസൈറിനെ കുറിച്ച് അറിയാവുന്ന എത്ര ഉമ്മമാരുണ്ട് ഈ കൂട്ടത്തിൽ എന്ന് ഞാൻ ചോദിക്കുകയാണ്. പഠിക്കാൻ സമയം കണ്ടെത്തിയോ നമ്മൾ? ഇല്ലല്ലോ. അള്ളാഹു പറഞ്ഞു തന്ന കഥ നമുക്ക് വേണ്ട. മനസ്സ് ചീഞ്ഞളിഞ്ഞു പോയ ആളുകൾ അവർ ഊഹിച്ചെടുത്തുണ്ടാക്കുന്ന നോവലുകൾ വായിക്കാൻ നമുക്ക് സമയമുള്ളത്. ചരിത്രത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകാൻ അള്ളാഹു പറഞ്ഞു തന്ന ചരിത്രങ്ങൾ കേൾക്കാൻ നമുക്ക് ആവശ്യമില്ല, നമുക്ക് ആവേശമില്ല. അള്ളാഹുവേ, ഉമ്മത്തിനെ നീ നന്നാക്കി തരണമേ റബ്ബേ. അങ്ങനെ ഉസൈറിനെ അല്ലാഹു ജീവിപ്പിക്കാൻ തീരുമാനിച്ചു. കാരണം ഉസൈർ ചോദിച്ചു പോയല്ലോ, അന്നാ യുഹ്യീ ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ, ഈ നുരമ്പിപ്പോയ എല്ലുകൾ അല്ലാഹു എങ്ങനെയാണ് ജീവിപ്പിക്കുക റബ്ബേ? അത്ഭുതം. അപ്പോഴാണ് അല്ലാഹു ഉസൈറിനെ മരിപ്പിച്ചത്. എന്നിട്ട് അല്ലാഹു ഉസൈറിനെ ജീവിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് ആദ്യം അല്ലാഹു ഖൽബിനെ ജീവിപ്പിച്ചു, പിന്നെ കണ്ണിനെയും ജീവിപ്പിച്ചു. എന്നിട്ട് ഉസൈറിന്റെ ശരീരം എങ്ങനെയാണ് അല്ലാഹു മടക്കിപ്പടക്കുന്നത് എന്ന് ഉസൈറിന് തന്നെ കാണിച്ചു കൊടുക്കുകയാണ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അവിടെയും ഇവിടെയുമായി കടന്നിരുന്ന ഉസൈറിന്റെ എല്ലുകൾ എല്ലാം ഒരുമിച്ച് കൂടുന്നു. അതിൽ ഞരമ്പുകൾ വരുന്നു, അതിനെ മാംസം കൊണ്ട് പൊതിയുന്നു. ഉസൈർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മലക്ക് വന്നിട്ട് റൂഹ് മൂടിയപ്പോൾ ഉസൈർ എഴുന്നേറ്റിരുന്നു. ഫജലസ ഖാഇദാ, ഉസൈർ എഴുന്നേറ്റിരുന്നപ്പോൾ ഈ മലക്ക് ചോദിച്ചു, കം ലബിത്. ഖുർആൻ പറയുന്നുണ്ട്, കം ലബിത്, നീ എത്ര കൊല്ലമാണ് ജീവിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ലബിത്തു യൗമൻ ഔ ബാല യൗം, ലബിത്തു യൗമൻ, ഒരു ദിവസമോ അല്ലെങ്കിൽ അര ദിവസം. ഉസൈർ പറയാണ് എന്തായതിന് കാരണം? ഇദ്ദേഹം കടന്നുറങ്ങിയത് ഉച്ചക്കായിരുന്നു. ഉച്ച സമയത്താണ് ഉസൈർ ഉറങ്ങുന്നത്, എഴുന്നേൽക്കുന്നത് ഒരു വൈകുന്നേരമാണ്. അപ്പൊ ഉസൈർ മനസ്സിലാക്കിയത് അതേ ഉച്ചക്ക് വൈകുന്നേരം തന്നെയാണ് എഴുന്നേൽക്കുന്നത് എന്നാ അത്രേ തോന്നിയിട്ടുള്ളൂ ഉസൈറിന്. മലക്ക് പറഞ്ഞു, അല്ല, 100 കൊല്ലമായി നിങ്ങൾ മരിച്ചു കിടക്കുകയായിരുന്നു. ഉസൈർ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ തന്നെ വിഡ്ഢിയാക്കരുത്. 100 കൊല്ലം ഉറങ്ങിയത് ഞാനല്ലേ, നിങ്ങളല്ലല്ലോ. ഉസൈർ പറയാൻ, ഉറങ്ങിയത് ഞാനല്ലേ, നിങ്ങളല്ലല്ലോ. ഞാൻ ലബിത്തു യൗമൻ ഔ ബാല യൗം, ഒരു ദിവസമോ അല്ലെങ്കിൽ അര ദിവസമോ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മലക്ക് പറഞ്ഞു, അല്ല, ഫൻദുർ ഇലാ തുആമിക വശറാബിക, നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണവും വെള്ളവും ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഖുർആൻ പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെ ഉസൈർ തന്റെ ഭക്ഷണം ശ്രദ്ധിച്ചു. എന്താ ഉസൈറിന്റെ ഭക്ഷണം? നേരത്തെ മുന്തിരി പിഴിഞ്ഞിട്ട് അതിൽ ഉണങ്ങിയ റൊട്ടി മുറിച്ചിട്ടിട്ടുണ്ട്. എന്തിന്? വിശപ്പടക്കാൻ. അതൊന്ന് കഴിക്കാന്ന് വിചാരിച്ചവിടെ ഉറങ്ങിപ്പോയതാണ്. അപ്പോഴാണ് അല്ലാഹു മരിപ്പിച്ചു കളഞ്ഞത്. ഉസൈറ മുന്തിരിയും റൊട്ടിയും നോക്കും, അതിനൊരു തകരാറും പറ്റിയിട്ടില്ല. ലം യതസന്നഹ് ലം യതഗയ്യർ, അതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ ഉസൈർ പറഞ്ഞു, ഇല്ല, ഞാൻ ഞാൻ ഒരു ദിവസമോ അല്ലെങ്കിൽ അര ദിവസമേ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോഴാ മലക്ക് പറഞ്ഞത്, വന്നുർ ഇലാ ഹിമാരിക്, നിങ്ങൾ യാത്ര ചെയ്തു വന്ന കഴുത എവിടെ? കഴുതയെ കാണാനില്ല.
മലക്ക് പറഞ്ഞു കൊടുത്തു, ആ എല്ലുകളാണ് കഴുതയുടെ എല്ലുകൾ. നിങ്ങൾ യാത്ര ചെയ്തു വന്ന കഴുത അത് ചത്തുപോയി വർഷങ്ങളായി, അതിന്റെ ജീവൻ പോയിട്ട് വർഷങ്ങളായി, അതിന്റെ എല്ലുകളാണ് ആ കാണുന്നത്. എന്നിട്ട് ഉസൈറിന് അല്ലാഹു രണ്ടാമതും ഒരു സൃഷ്ടി അല്ലാഹു മടക്കി പടക്കുന്ന കാഴ്ച അല്ലാഹു കണ്ടു കൊടുക്കുകയാണ്. മലക്ക് വിളിച്ചോ, താലീ. ആ കുതിരയുടെ എല്ലുകൾ നോക്കിയിട്ട് മലക്ക് വിളിച്ചു, ഇങ്ങുവാ. അപ്പോഴേക്കതാ ആ ചത്തുപോയ കഴുതയുടെ എല്ലുകൾ, അസ്ഥികളെല്ലാം ഒരുമിച്ച് കൂടുന്നു. അതിൽ ഞാട് ഞരമ്പുകൾ വരുന്നു, അതിൽ മാംസം പൊതിയുന്നു, അതിൽ തൊലി വരുന്നു, രോമങ്ങൾ വരുന്നു. കഴുത എഴുന്നേറ്റ് നിൽക്കുകയും എന്നിട്ട് അതൊന്ന് ശബ്ദിക്കുകയും അതിന്റെ രണ്ട് ചെവിയും ഒന്നിങ്ങനെ ആട്ടുകയും ചെയ്തു. അങ്ങനെയാണ് പശു. വീട്ടിലുള്ള ആളുകൾക്കറിയാം, രാവിലെ പശു ആലയിൽ നിന്ന് എഴുന്നേറ്റാൽ ഒന്ന് കഴുത്തൊന്ന് കുടയും, എന്നിട്ട് പിന്നെ അതിന്റെ ചെവി ഒന്ന് പ്രത്യേകം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചലിപ്പിക്കും. അങ്ങനെ ഉസൈർ അവിടുന്ന് പോയി. ഉസൈർ നേരെ ചെന്നതെങ്ങോട്ടാ? തന്റെ വീട്ടിലേക്ക്. വഴിയൊന്നും മനസ്സിലാവുന്നില്ല. ഉസൈർ പഴയ ഓർമ്മയിൽ ഇങ്ങനെ നടന്നുപോയിട്ട് തന്റെ വീട്ടിലേക്ക് വഴി ഓർമ്മിച്ച് അവസാനം തന്റെ വീട്ടിലെത്തിച്ചേർന്നു. വീട്ടിലെത്തിയപ്പോൾ വീട്ടിന്റെ മുമ്പിൽ ഒരു കിളവി ഇങ്ങനെ കിടക്കുന്നുണ്ട്. കയറി ചെന്നിട്ട് ചോദിച്ചു, ഇത് ഉസൈറിന്റെ വീട് തന്നെയാണോ? അപ്പൊ ഈ ഉമ്മാമ പറഞ്ഞു, അല്ലാ, ഉസൈറിന്റെ പേരൊരു മനുഷ്യൻ പറഞ്ഞിട്ട് എത്ര കൊല്ലമായി? ആരും ഉസൈർ എന്ന് പറയുന്ന മഹാ മനുഷ്യനെ ഈ നാട് തന്നെ മറന്നുപോയിട്ടുണ്ടല്ലോ. ചരിത്രത്തിൽ പലരെയും മറക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? നാട് മറന്നുപോയ ഉസൈറിനെ കുറിച്ച് അല്ലാഹു ആ ചരിത്രം റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ സമൂഹത്തിൽ ജീവിച്ചുപോയ മൂസാ അലൈഹിസ്സലാമിന്റെ ഉമ്മത്തിൽ ജീവിച്ചുപോയ ഒരു ഉസൈറിനെ ഈ സമൂഹം മനസ്സിലാക്കലാണോ? ഈ സമൂഹത്തിൽ ജീവിച്ചുപോയ മഹാരഥന്മാരായ പൂർവികരെ മനസ്സിലാക്കലാണോ ഏറ്റവും പ്രധാനമേതാണ്? തലച്ചോറ് കൊണ്ടാണ് ആലോചിക്കേണ്ടത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ. അല്ലാഹുവേ, നീ അനുഗ്രഹം ചെയ്ത ആളുകളുടെ വഴിയിൽ നീ ഞങ്ങളെ വഴി ചേർക്കണേ എന്ന് ദുആ ചെയ്യാനാണ് 5 നേരവും ദുആ ചെയ്യാൻ അല്ലാഹു പഠിപ്പിച്ചത് 17 തവണ. വേറെ ചില ആളുകളുണ്ട്, നല്ല മനുഷ്യന്മാരൊക്കെ കുറിച്ച് അവർ പറയാ അവരൊക്കെ മോശക്കാരായിരുന്നുവെന്ന്. മരിച്ചവനെ കുറിച്ച് ഇനി ഓർക്കാൻ പാടില്ല. മരിച്ചവന്റെ കഥ കഴിഞ്ഞു, അവന്റെ അമലുമായി പോയി, അവന്റെ അള്ളാന്റെ അടുത്തേക്ക് പോയി, ഇനി എന്തിനാ അവനെ കുറിച്ച് പറയുന്നത് എന്ന് പറയുന്നവരെ, ഖുർആനിൽ നിന്ന് ഈ ചരിത്രങ്ങൾ മുഴുവൻ നിങ്ങൾ വായിച്ചു കളയേണ്ടി വരില്ലേ? ഉസൈർ എന്ന് പറയുന്ന സ്വാലിഹായ മനുഷ്യനെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞു തരുന്നത്. ഈ മനുഷ്യൻ വീട്ടിലേക്ക് ചെന്നിട്ട് കിളവിയായ പെണ്ണിനോട് ചോദിച്ചു, ഇത് ഉസൈറിന്റെ വീടാണോ? ഈ ഉമ്മാമാക്ക് എഴുന്നേക്കാൻ കഴിയില്ല, കണ്ണിനെ കാഴ്ചയില്ല. ഈ ഉമ്മാമ പറഞ്ഞു, അല്ലോ ഉസൈറിനെ കുറിച്ചൊരു മനുഷ്യൻ പറഞ്ഞിട്ട് എത്ര കാലമായി? ഉസൈർ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു, പല അത്ഭുത സിദ്ധികളും കാണിച്ച ആളായിരുന്നു, അല്ലാഹുമായി വല്ലാത്ത ബന്ധമുള്ള ആളായിരുന്നു. ഉസൈർ വെള്ളപ്പാണ്ടും കുട്ടരോഗമൊക്കെ സുഖപ്പെടുത്തുന്ന ആളായിരുന്നു. ആ ഉസൈർ ജീവിച്ചിരുന്ന കാലം എല്ലാവർക്കും ഉസൈറിന് ആവശ്യമുണ്ടായിരുന്നു. ഉസൈറിന്റെ തീരോധാനമുണ്ടായപ്പോ ഇപ്പൊ ആരും ഉസൈറിനെ ഓർക്കാറില്ല. ഈ ഉമ്മാമ പറയാൻ അങ്ങനെയല്ലോ, പല സമൂഹത്തിലും വേണ്ടപ്പെട്ടവരുണ്ടാവും, ഒരു ജീവിച്ചിരിക്കുമ്പോ അങ്ങനെയിരുന്നു എന്നൊക്കെ പറയും, അങ്ങനെയാണ്. മരിച്ചാൽ പിന്നെ ഓർക്കാറില്ല. മരിച്ചാൽ ഓർക്കണം എന്നാണ് ഖുർആന്റെ താല്പര്യം. റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. റൂസുകാരുടെ ലക്ഷ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ഓർക്കലാണ് എങ്കിൽ ഖുർആൻ കൊണ്ട് 100 കണക്കിനായിട്ടുകൊണ്ട് സാധുവായി വിവരമില്ലാത്ത ഞാൻ പറഞ്ഞതിലും റൂസ് കഴിക്കണമെന്ന് അനാചാരമാണതുകൊണ്ട് ലക്ഷ്യമെങ്കിൽ അതിന് ഇസ്ലാമിൽ പിന്തുണയില്ലേ എന്നും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പൂർവികന്മാരെ, നല്ല കഴിഞ്ഞുപോയ മഹാരഥന്മാരെ വരുന്ന തലമുറകൾക്ക് പകർന്നു കൊടുക്കലാണ് ഉറൂസിന്റെ ലക്ഷ്യമെങ്കിൽ 100 കണക്കിനായതുകൊണ്ട് ഞാൻ പറഞ്ഞു തരും അത് നന്മയാണെന്ന്. അതല്ലാതെ ഇസ്ലാമിൽ പിൻബലമില്ലാത്ത അനാചാരങ്ങളാണ് ഇതിന്റെ പേക്കൂത്തുകളാണ് ഇതിന്റെ പിന്നിലെങ്കിൽ അതിൽ അല്ലാഹുവിന്റെ ദീനിന്റെ സപ്പോർട്ട് ഇല്ലേ എന്നും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.
അല്ലാഹു നേരായി ചിന്തിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അങ്ങനെ ഉസൈർ റളിയല്ലാഹു അൻഹു ഈ പെണ്ണുങ്ങൾ പറഞ്ഞു. അപ്പോ ഉസൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ തന്നെയാണ് ഉസൈർ. മോനെ നീ ഉസൈറോ? നീ എന്താ വീടിന്റെ അവകാശവാദവുമായി വന്നതാണോ? ഉസൈർ അന്നോ ഇവിടുന്ന് പോയതാണ് മോനെ. 100 കൊല്ലത്തോളമായി ഉസൈറിന്റെ തിരോധാനത്തിന് ഉസൈർ മരിച്ചു പോയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഉസൈർ പറഞ്ഞു, ഉമ്മ ഉസൈർ മരിച്ചിട്ടില്ല, ഞാനാണ് ഉസൈർ. അപ്പൊ ഈ പെണ്ണുങ്ങൾ പറഞ്ഞു, ഉസൈർ നല്ലൊരു മനുഷ്യനായിരുന്നല്ലോ. വെള്ളപ്പാണ്ടുള്ള ആൾ വന്നാൽ കൈകൊണ്ടൊന്ന് സ്പർശിച്ചാൽ വെള്ളപ്പാണ്ട് സുഖമാകുമായിരുന്നല്ലോ. ഉസൈർ അങ്ങനെ ഉള്ളൊരു നല്ല മനുഷ്യനായിരുന്നല്ലോ. ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിരുന്ന ആളാണല്ലോ. ഉസൈറിനെ എനിക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. പക്ഷെ എനിക്ക് കണ്ണിന്റെ കാഴ്ച പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഉസൈർ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മക്ക് വിശ്വസിക്കാൻ കഴിയില്ല, അത് ഉസൈറാണ്. കണ്ണിന് കാഴ്ചയില്ല. ഉമ്മ പറയാ, എനിക്ക് കണ്ണിന് കാഴ്ചയില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഉസൈറായിരുന്നെങ്കിൽ ഒന്ന് ദുആ ചെയ്താൽ എല്ലാ വിഷയത്തിനും പരിഹാരം ഉണ്ടാകുമായിരുന്നു. അപ്പൊ ഉസൈർ റളിയല്ലാഹു അൻഹു ഉമ്മയുടെ കണ്ണൊന്ന് തടവി കൊടുക്കുന്നു, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. ഉമ്മയുടെ കണ്ണിന് കാഴ്ച വന്നു. അപ്പൊ നോക്കുമ്പാരാ ഉസൈർ റളിയല്ലാഹു അൻഹു അന്ന് മലമടക്കുകളിലൂടെ നടന്നു പോകുമ്പോൾ ഈ പെണ്ണ് ഉസൈർ തങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന സേവകയായിരുന്നു. അന്ന് ഈ പെണ്ണിന് 20 വയസ്സ്, ഇപ്പോൾ 120 വയസ്സായിട്ടുണ്ട്. കിളവിയായി പോയിട്ടുണ്ട് ഈ പെണ്ണ്. കണ്ണിന്റെ കാഴ്ച പോയിട്ടുണ്ട്. എഴുന്നേറ്റ് നടക്കാനും കഴിയുന്നില്ല. ഈ പെണ്ണ് കണ്ടപാടെ പറഞ്ഞു, അല്ലോ നീ നമ്മളെ ഉസൈർ തന്നെയാണല്ലോ റബ്ബേ. ഉസൈർ മോനെ നീ എവിടെന്നാ വരുന്നത്? ഉസൈർ റളിയല്ലാഹു അൻഹു സംഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. പരിശുദ്ധമായ ഖുർആൻ തൗറാത്ത് വീണ്ടും അവർക്ക് പുതുക്കി എഴുതി കൊടുത്ത ഉസൈറിന്റെ ചരിത്രം ദീർഘമായി പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അതും ഒരു മലയോട് ചേർത്ത് അല്ലാഹു പറഞ്ഞ ചരിത്ര സംഭവമാണ്. ഉസൈറിന്റെ സംഭവം എന്തിനാ? കഴിഞ്ഞുപോയ ചരിത്രത്തിലുള്ള മഹാരഥന്മാർ പിൽക്കാലത്തുള്ള കാലങ്ങളിൽ ഓർക്കപ്പെടണം എന്നതുകൊണ്ട് അല്ലാഹു ഈ ചരിത്രങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞു തന്നത്. അല്ലെങ്കിൽ അല്ലാഹുവിനെ നേരിട്ട് കാര്യങ്ങൾ തന്നെ പറഞ്ഞാൽ പോരെ, അല്ലാഹുവിന്റെ അടിമകൾ അത് വിശ്വസിക്കുമല്ലോ. ചരിത്രങ്ങൾ വിസ്മരിക്കപ്പെടാൻ പാടില്ല. ഇവിടെയാണ് നമ്മൾ മലനാടിനെ കൊണ്ടൊരു ചരിത്രം പറയാൻ, കഥ പറയാൻ എന്ന വിഷയം നമ്മൾ സംസാരിക്കുന്നത്. മലനാട് എന്ന് ഞാൻ പറഞ്ഞല്ലോ, കേരളമാണ് ഉദ്ദേശിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഇസ്ലാമികമായ ചൈതന്യവത്തായ ചരിത്രത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു രാത്രിയുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ. അത് മഹാനായ ചേരുമാൻ പെരുമാൾ എന്ന താജുദ്ദീൻ എന്ന് പറയുന്ന നാട്ടുരാജാവ് തന്റെ വീട്ടുമുറ്റത്തിരുന്ന് തന്റെ വീട്ടുമുറ്റത്ത് വിശ്രമിക്കാൻ ഇരുന്നപ്പോൾ കണ്ട കാഴ്ചയാണത്. പരിശുദ്ധ ഇസ്ലാം കേരളത്തിലേക്ക് കടന്നു വരുന്നതിന്റെ പിന്നിൽ ഒരു മലക്കതിന്റെ ചരിത്രം പറയാനുണ്ട്. ഏതാണ് ആ മല? പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഓരത്ത് നിൽക്കുന്ന മലയാണത്. ജബൽ അബീ ഖുബൈസ് എന്ന പർവ്വതത്തോട് ചേർന്ന് നിൽക്കുന്ന മലയാണ്. ആ മലയിൽ കയറി നിന്നാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മലയിൽ കയറി നിന്നാണ് ഈ മുഅ്ജിസത്ത് കാണിച്ചു കൊടുത്തത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് മക്കക്കാരായ വിശ്വാസികൾ വന്നു. റസൂലുള്ളാഹി അവർക്ക് ഇസ്ലാം പ്രബോധനം ചെയ്തു. അവർ പറഞ്ഞു, മുഹമ്മദേ, ഇതൊക്കെ നീ കെട്ടുകഥകൾ പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇല്ല, ഞാൻ സത്യസന്ധനായ പ്രവാചകനാണ്. അവർ പറഞ്ഞു, അംഗീകരിക്കൂല. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ സത്യസന്ധനായ പ്രവാചകനാണ്. അവർ പറഞ്ഞു, നീ സത്യസന്ധനാണ് എന്നതിന് നീ പറയുന്നത് സത്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കണോ? നീ ഞങ്ങൾക്ക് ഒരു അത്ഭുതം കാണിച്ചു തരണം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ അവരോട് ചോദിച്ചു, ഞാൻ എന്ത് അത്ഭുതമാണ് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ ചോദ്യമാണ്. മക്കക്കാർ പറഞ്ഞു, രാത്രിയായിരുന്നു ആ സമയം. 14-ാം രാവിന്റെ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്ന സമയമാ. അവർ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, ഒരിക്കലും റസൂലുള്ളാഹിക്ക് കഴിയാത്തൊരു കാര്യമാകണം പറയേണ്ടത് എന്ന് അവരുടെ തീരുമാനമായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബിനോട് അവർ പറഞ്ഞു, ഈ കാണുന്ന ചന്ദ്രനെ 2 പിളർപ്പാക്കി കാണിച്ചു തന്നാൽ നിങ്ങളോട് ഞങ്ങൾ വിശ്വസിക്കാം. ഈ ചന്ദ്രനെ 2 പിളർപ്പാക്കി കാണിച്ചു തന്നാൽ നിങ്ങളോട് ഞങ്ങൾ വിശ്വസിക്കാം. ഇതായിരുന്നു അവർ പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല ദിവസം എല്ലാവരും ഉഷാറായിട്ട് കൊടുത്താലേ നമ്മൾ ഈ പന്തല്ലി ചുരുവാണ്ടിയൊക്കെ ചെലവയിൽ എങ്ങനെ പോരും.
എന്നാലേ നമുക്ക് എന്താൻ പറ്റുള്ളൂ. നമ്മൾ കൊടുത്ത ആ രോഗചികിത്സയ്ക്ക് നമ്മൾ മാറ്റി വെക്കണ പൈസ എന്തെങ്കിലുമൊക്കെ മാറ്റി നമ്മൾ കൊടുത്തതൊക്കെ മാറ്റി വെക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. പിന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇന്ന് പിന്നെ അവസാനങ്ങളോട് പറയാനും വാങ്ങാനൊന്നും സമയം ഉണ്ടാവില്ല. നമ്മൾ 50 രോഗികൾക്ക് ആവശ്യമായ അൽഹംദുലില്ലാഹ് 50 ശാഖകളിൽ ഓരോ രോഗികൾക്ക്, ഏറ്റവും പാവപ്പെട്ട ഓരോ രോഗികൾക്കും മരുന്ന് കൊടുക്കാനുള്ള സംവിധാനം ഇന്നലെ ആയിട്ടുണ്ട്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ, തങ്ങളുടെ അധ്വാനത്തിന്റെ ഫലത്തിൽ നിന്ന് പാവങ്ങളായ രോഗികൾക്കായി മാറ്റിവെച്ചവർക്ക് റബ്ബേ അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. ഒരു കൊല്ലം ഒരു പാവപ്പെട്ട രോഗിക്ക് മരുന്ന് കൊടുക്കാൻ തീരുമാനിച്ചവരെ റബ്ബേ, അവർക്കൊരു കൊല്ലത്തെ അവരുടെ ആരോഗ്യത്തിനും ദീർഘായുസ്സുമുള്ള കാവലായ സ്വതഖയായി നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന സ്വതഖകൾ നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. അപ്പോൾ വളണ്ടിയേഴ്സിനും ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ വയതിൻ്റെ ഇടയ്ക്ക് സഹോദരൻ നമ്മളെ ഉപ്പമാരെ ഉമ്മമാരെയൊക്കെ നിങ്ങൾ സമീപിച്ചു കൊണ്ടിരുന്നാൽ ഒരു 50 ആളെയും കൂടി നമുക്ക് കിട്ടിയാലേ മാസത്തിൽ ഒരു 500 റുപ്യയുടെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറുള്ള ഒരു 50 ആളെയും കൂടി കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അത് 100 ആക്കി ഓരോ ശാഖയിലും 2 ആക്കിയിട്ട് തികയ്ക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പറ്റാവുന്ന ആളുകളൊക്കെ ഒന്നതിൽ പങ്കുകൊള്ളണം. വളണ്ടിയേഴ്സിനോട് ഞാൻ ഓർമ്മപ്പെടുത്താണ്, അവസാനം ഒന്നിനും സമയം ഉണ്ടാവില്ല. ഞാൻ വാൽവ് നിർത്തിയിട്ട് ഇങ്ങനെയാണ് കീഞ്ഞു പോകാനുണ്ടാവുക. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഉമർ ഉസ്താദ് വരും, ദുആക്ക് നേതൃത്വം കൊടുക്കും. റഹ്മാനുർ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് സമീപിച്ചിട്ട് 50 കൂടി ഇന്ന് പൂർത്തിയാക്കിയാൽ നാളെ വരുന്ന ഉസ്താദിന് എന്നും ഈ സംഭാവന കേൾക്കാന്നുള്ളത് മുഅ്മിന് സന്തോഷമാണ്. കാരണം മുഅ്മിനോട് എപ്പോഴും ചോദിക്കണത് എന്താണ്? നിങ്ങളെന്താ മിണ്ടാത്തത്? മുഅ്മിനോട് എപ്പോഴും ചോദിക്കണത് നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലാന്ന് തോന്നല്ലോ. അങ്ങനെയാണ് ഈ കൊടുക്കുക എന്നുള്ള അള്ളാൻ്റെ സ്വഭാവമാണ്. അള്ളാഹ്ക്ക് ചോദിക്കാരനെ ഭയങ്കര ഇഷ്ടമാണ്. മനുഷ്യന്മാർക്ക് ചോദിക്കാരനാല് പാറാട്ടാർക്കല്ല കേട്ടോ, ഭയങ്കര വെറുപ്പാ. അല്ലാഹുവിനെ വല്ലാത്ത ഇഷ്ടമാണ്. പാതിരക്ക് പോലും അള്ളാഹു അങ്ങനെ വിളിച്ച് ചോദിക്കാൻ, അൽ മിൻ സായിലിൻ ഫൗതി, ആരെങ്കിലും ഉണ്ടോ എന്നോട് ചോദിക്കാൻ, ഞാൻ അവർക്ക് തരും. നിങ്ങൾ ചോദിക്കില്ലേ? നിങ്ങൾ എന്താ ചോദിക്കാത്തത്? നമ്മളാണെങ്കിലോ ഒരു പിരിവിന് ചെന്നു, അപ്പോൾ നല്ല സ്വീകരണം, എന്താ നല്ല അടിപൊളി, എന്ത് നല്ല നല്ല മറ്റേ ഇതിൻ്റെ ജ്യൂസ്, എന്തിൻ്റെ ആ പച്ച നിറത്തിലുള്ള സാധനമല്ലേ, എന്തേലും പറയല്, ബട്ടറിൻ്റെ ജ്യൂസ്, നല്ല അടിപൊളി. എന്തേ കുറച്ച് നേരത്തെ പറഞ്ഞ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നല്ല പൈസ ഒരു 50,000, 25,000, ഒരു 20,000, 10,000 ഒക്കെ തന്ന് നല്ല റാഹത്തായി പറഞ്ഞു. അതേ ആൾ അടുത്ത മാസം വരികയാണ്. പിന്നെ 30 ദിവസം വന്നിട്ടില്ല, പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടേ വരുന്നത്. മാസം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കയറി, എന്തേ അല്ല ഞാൻ വേറെ കളക്ഷന് വന്നതേനു. അപ്പം പിന്നെ ഇയാളെ മുഖത്ത് ആദ്യം വന്ന സന്തോഷമൊന്നുമില്ല. ഇരിക്കുന്നു പറഞ്ഞു. ആദ്യം വന്നപ്പോൾ ബട്ടറിൻ്റെ ജ്യൂസ് കൊടുത്താണ്. എന്തേ നേരത്തെ അറിയിക്കാമെന്നൊക്കെ ചോദിച്ചതാ. രണ്ടാമത് വന്നപ്പോൾ ബട്ടറിൻ്റെ ജ്യൂസൊന്നുമില്ല. രണ്ടാമത് വന്നപ്പോൾ അവിടെ ഇരിക്കുന്നു പറഞ്ഞു. ഉള്ളിൽ പോയിട്ട് നേരത്തെ കൊടുത്തതിൻ്റെ ഒരു പകുതി 5,000 എന്ന് പറഞ്ഞ് കൊടുത്തു. റസീറ്റൊക്കെ വാങ്ങി പോയി. അതേ ആൾ 3-ാമത്തെ മാസം വന്നു. പിന്നെ 30 ദിവസം വന്നിട്ടില്ല. പിന്നെ 30 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത മാസം വന്നു. അടുത്ത മാസം വന്നപ്പോൾ ഇയാളെ കണ്ടപ്പോൾ തന്നെ ഇയാളെ കണ്ണും മൂറൊക്കെ ഒന്ന് മാറിയാണ്. എന്തേന്ന് വെച്ചു, അല്ല ഞാനൊരു കളക്ഷന് വന്നതേന്ന്. അപ്പോൾ പിന്നെ അന്ന് വീട്ടിൻ്റെ അകത്തുനിന്ന് ഞാനിപ്പോൾ ഏറ്റവും സ്വാലിഹായി കൊടുക്കണ മനുഷ്യനെ കുറിച്ചായി പറഞ്ഞു. അന്ന് പിന്നെ വീട്ടിൻ്റെ അടുത്ത് കയറ്റിയിരുത്തിയൊന്നുമില്ല. അവിടെ തന്നെ ഒരു 1000 രൂപ കൊടുത്തവനെ പറഞ്ഞു വെച്ചു. പിന്നെ അടുത്ത മാസം ഉണ്ട് പിന്നെയും വന്നാണ്. ഇത് വന്നു വെച്ചു, ഞാൻ ഒരു കളക്ഷന് വന്നതാണ്. പിന്നെ ഞാനിപ്പോൾ ഇതിനായിട്ട് തന്നെ നിൽക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കണം. പിന്നെ ചോദിച്ചാൽ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 500 കുടിച്ചു വന്നു. അങ്ങനെയാണ്. പിറ്റത്തെ മാസം കൊണ്ട് ഇയാൾ വന്നാണ്. വരുന്ന കണ്ടപ്പോൾ തന്നെ മെല്ലെ ഒളിച്ചു നിന്നിട്ട് ഭാര്യനോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ ആളാണ്. അല്ല പറയാ, ഞാൻ എന്നോട് ചോദിക്കണോലോട് കൂടെയാണ് ഞാൻ. അങ്ങനെ എനിക്ക് മക്കത്തുനിന്ന് ഒരാൾ എന്നോട് പറഞ്ഞ വർത്താനം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ കൊണ്ടുപോയി. എന്നോട് ചോദിച്ചു, സനെന്താ വേണ്ടി വെച്ചു, ഈത്തപ്പഴം വേണോ, എന്ത് വേണം, എന്ത് വേണം. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു വസ്തുവും വേണ്ട, ഞാനൊന്നും ആഗ്രഹിക്കാത്ത മനുഷ്യനാന്ന് പറഞ്ഞപ്പോൾ എന്നോട് അങ്ങനല്ല, നിങ്ങൾ പറയണം എനിക്ക് അള്ളാൻ്റെ സ്വഭാവം എനിക്ക് വലിയ ഇഷ്ടമാണ്. അയാൾ എന്നോട് പറഞ്ഞതാണ്. എനിക്കെന്നെ പാടായി പോയി. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് അത് ഓടിയിട്ടില്ല. ചില കാര്യമൊക്കെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അയാൾ എന്നോട് പറഞ്ഞു, അല്ല കണ്ടിട്ടില്ലെങ്കിൽ ഉസ്താദേ കൊടുക്കന്നെ ചീത്തറിനോനും കൊടുക്കന്നെ. അള്ളാനെ ചീത്ത പറയുന്നവനാണ് അള്ളാഹു ഏറ്റവും നല്ല ബിരിയാണി കൊടുത്തത്. എന്താ ഓൻ ബിരിയാണി അടിച്ചു മാറി കഴിക്കണം. ഉസ്താദ് കണ്ടില്ലേ, അള്ളാനെ ചീത്ത പറയുന്നവന് പോലും വ്യത്യാസമില്ലാതെ കൊടുക്കന്നെ. എനിക്കും അങ്ങനെയാണ് ഇഷ്ടം. എൻ്റെ കയ്യിൽ വന്നതൊക്കെ ഞാൻ കൊടുത്തു തീർക്കലാണ്.
ആ മനുഷ്യൻ എന്നോട് പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെയുള്ള ഒരാൾ കടന്നു വരാനിരിക്കുന്നുവെന്ന് പറഞ്ഞത്. അത് റസൂലുള്ളാഹിന്റെ സ്വഭാവമായിരുന്നു. ഇനി ഒരാൾ അങ്ങനെ കടന്നു വരാനുണ്ട്. അത് ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞൊരു വിശേഷണം, വരുന്നവർക്കെല്ലാം വാരിക്കോരി കൊടുക്കും, തന്റെ കയ്യിലൊന്നും ബാക്കി വെക്കാതെ വാരിക്കോരി കൊടുക്കുന്ന ഒരു മഹാൻ എന്ന് നബിയുനാ റസൂലുള്ളാഹി. 50 ആളും കൂടി നമുക്കായ ഇൻഷാ അല്ലാഹ് 100 പേരാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിനോട് ഇവർ വന്ന് പറഞ്ഞു, അതുകൊണ്ട് മുഹമ്മദ് ഈ ചന്ദ്രനെ 2 പിളർപ്പാക്കി കാണിച്ചു തന്നാൽ ഞങ്ങൾ നിന്നോട് വിശ്വസിക്കാം. അല്ലാഹുവിന്റെ ഹബീബ് ഇപ്പോഴുമുണ്ട് ആ പർവ്വതം മക്കയിൽ. അല്ലാഹുവിന്റെ ഹബീബ് ആ കുന്നിൽ കയറി നിന്നിട്ട് ചന്ദ്രനെ നേരെ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ബിസ്മി ചൊല്ലി ആംഗ്യം കാണിച്ചു. ചന്ദ്രന്റെ അത്ഭുതം ലോകം അന്നുവരെ കണ്ടിട്ടില്ല. ആ ചന്ദ്രൻ 2 ഭാഗത്തേക്ക് അങ്ങ് പിളർന്നു പോയി. അപ്പൊ ഇവർ പറഞ്ഞു, മുഹമ്മദേ, നിന്റെ മരണം ഞങ്ങളുടെ കൂടോത്തരത്തെ പോലും മറികടക്കുന്ന കൂടോത്തരമാണല്ലോ നിന്റെ കയ്യിലുള്ളത്. കഫറോ, അവർ അല്ലാഹുവിന്റെ ഹബീബിനോട് വിശ്വസിച്ചില്ല. എന്നാൽ ഈ രംഗം കാണുന്നുണ്ട്. ഒരാൾ തന്റെ കൊട്ടാരമുറ്റത്തിരുന്ന്, ചേരമാൻ പെരുമാളാണ്, കേരളത്തിലാണ്, കൊച്ചിയോട് ചേർന്ന ഭാഗത്താണ്, തിരുവിതാംകൂറിന്റെ ഭാഗമായി നിൽക്കുന്ന നാട്ടുരാജാവാൻ. അദ്ദേഹം തന്റെ കൊട്ടാരമുറ്റത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ കാണുന്നത് ചന്ദ്രൻ 2 പിളർപ്പായി മാറുന്നതാണ്. ഞാൻ പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ പോലും മലകളെ വിസ്മരിക്കാൻ കഴിയില്ല. മക്കയിലെ ആ പരമലയിൽ നിന്നും അല്ലാഹുവിന്റെ ഹബീബ് കാണിച്ച അത്ഭുതത്തിന്റെ ഗുണം ലഭിച്ചത് കേരളക്കാരനാണ്. ഇദ്ദേഹം ചേരമാൻ പെരുമാൾ അത്ഭുതത്തോട് നോക്കി നിന്നു. കൊട്ടാരത്തിലുള്ള ജ്യോത്സ്യന്മാരെ പലയും വിളിച്ചിട്ട് ചോദിച്ചു, എന്താണിത്? അവർക്കൊന്നും പറയാൻ പറ്റിയില്ല. നക്ഷത്രത്തിന്റെ കണക്ക് നോക്കുന്ന ആളുകളുണ്ട്, അവരെ വിളിച്ചു ചോദിച്ചവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ചേരമാൻ പെരുമാളിന്റെ അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. ചരിത്രം പറയുന്നത് അപ്പോഴാണ് മക്കയിൽ നിന്ന് പണ്ട് മുതലേ അറബികൾ കേരളവുമായി കച്ചവട ബന്ധമുണ്ടായിരുന്നല്ലോ. കേരളത്തിലേക്ക് കച്ചവടത്തിന് നിന്ന് അറബികളാണ് എന്നാണ് ഒരു അഭിപ്രായം. അതല്ല, സിലോണിലുള്ള ആദം അലൈഹിസ്സലാമിന്റെ കാൽപാദം കാണാൻ വേണ്ടി അവിടേക്ക് സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന അറബികളായിരുന്നു എന്നാണ് മറ്റൊരു അഭിപ്രായം. അപ്പൊ ഈ സിയാറത്തൊക്കെ ഉണ്ടായതൊന്നുമില്ലേ, കേരളക്കാരുണ്ടാക്കിയതൊന്നുമില്ല. അബ്ദുല്ലാജി, ഞാൻ നിങ്ങൾ സാക്ഷിയാക്കാൻ വേണ്ടി ചോദിക്കാം. ഈജിപ്തിൽ മഖ്ബറുകളില്ലേ, കെട്ടിപ്പൊക്കിയിട്ടില്ലേ? സത്യം പറയണം. ഉള്ള മാതിരിയെ പറയാം, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും. ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. നഫീസത്തുൽ മിസ്രിയായുടെ മഖ്ബറ കെട്ടിപ്പൊക്കിയിട്ടാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ കെട്ടിപ്പൊക്കിയിട്ടാണ്. ഇതൊക്കെ കേരളത്തിലെ മുസ്ലിയാക്കന്മാർ പോയി കെട്ടിയതാണോ? ഇതെല്ലാം കേരളത്തിൽ നിന്ന് മുസ്ലിയാക്കന്മാർ പണിക്കാളെ പറഞ്ഞയച്ച് കെട്ടിപ്പിച്ചതാണോ? നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാ പറയുന്നത്? ഈജിപ്തിൽ നിന്ന് അങ്ങനെ കടന്നു വന്നാൽ പിന്നെ നേരെ കടക്കുന്നത് ഫലസ്തീനിലേക്കാണ്. ഫലസ്തീനിലേക്ക് ഇസ്രായേലിനോടും അങ്ങനെ കടക്കാനുള്ള അല്ലാഹു പറഞ്ഞത് ഫലസ്തീനിലാണ് അൽ ഖലീൽ പട്ടണമുള്ളത്. അൽ ഖലീൽ പട്ടണത്തിലാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം മഖ്ബറ കെട്ടിപ്പൊക്കിയിട്ടാണുള്ളത്. 2 ആളൊക്കെ ഉയരത്തിൽ കെട്ടിപ്പൊക്കിയിട്ടാണുള്ളത്. 2 ആളെ പൊക്കത്തിൽ. ഇപ്പൊ ചിലർ പറയും ജൂതന്മാര് കെട്ടിപ്പൊക്കിന്ന. എന്തൊരു വിഡ്ഢിത്താണ് നിങ്ങൾ പറയുന്നത്? അങ്ങനെയെങ്കിൽ എത്രയോ സൂക്ഷ്മമായ ഇസ്ലാമിക ഭരണം കഴിഞ്ഞു പോയിട്ടില്ല അവിടെ. അവരാരും അടിച്ചു പൊളിച്ചില്ല. മുൻഗാമികൾ അടിച്ചു പൊളിച്ചില്ല. സ്വഹാബികൾ അടിച്ചു പൊളിച്ചില്ല. നീ പറയാണ് ആ സ്വഹാബികൾ പോലും പറഞ്ഞു ചെയ്തത് തെറ്റാണ് എന്നോ? ജൂതന്മാർ കെട്ടിപ്പൊക്കി എന്ന് നീ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കട്ടെ, നിങ്ങളുടെ വാദത്തിന് വേണ്ടി സമ്മതിക്കാം. സമ്മതിച്ചാൽ തന്നെ ഫലസ്തീനിൽ എത്ര സ്വഹാബികൾ മരിച്ചു കിടക്കുന്നുണ്ട്. അവർ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു മഹാനവറുകളാണ് ഈ ഖുദ്സ് കീഴ്പ്പെടുത്തിയത്. ജെറൂസലം പിടിച്ചടക്കിയത് മഹാനവറുകളാണ്. യുദ്ധമില്ലാതെ പിടിച്ചടക്കിയത്. ജെറൂസലമിൽ ഉണ്ടായിരുന്ന ക്രൈസ്തവ മേധാവികൾ അവിടെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിന്റെ നേതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ജെറൂസലം ഉമറിനെ ഏൽപ്പിക്കാൻ പോവാൻ. യുദ്ധം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഉമർ നല്ല മനുഷ്യനാണ്, അതുകൊണ്ട് ഉമറിനോട് വരാൻ പറയണം. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചാവി ഏറ്റെടുക്കണം. ബൈത്തുൽ മുഖദ്ദസിനോട് ചേർന്ന് ഇപ്പോഴും ഒരു പർവ്വതമുണ്ട്. ജബൽ മുക്കബ്ബിർ എന്നാണ് ആ പർവ്വതത്തിന്റെ പേര്. ജബൽ മുക്കബ്ബിർ എന്നാണ് ആ പർവ്വതത്തിന്റെ പേര്.
ആ പർവ്വതത്തിൽ വെച്ചാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചാവി കൈമാറുന്നത്. അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസ് കണ്ടപ്പോൾ തക്ബീർ ചൊല്ലിയത് കൊണ്ടാണ് ആ പർവ്വതത്തിന് ജബൽ മുകബ്ബിർ എന്ന പേര് വരാനുള്ള കാരണം. അവിടെ എത്തിയപ്പോ ക്രിസ്തീയ പാതിരിമാർ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വേഷം കണ്ടു, ഇസ്ലാമിക ഭരണത്തിന്റെ അധിപനാണ്, ഒരു സാധാരണ കുപ്പായും തുണിയും, ഇതാണോ മുസ്ലിങ്ങളുടെ അമീർ? ആ വേഷം ഒന്ന് മാറ്റാൻ പറയണം. ഒരു കഴുതയുടെ പുറത്ത് കയറിയിട്ട, ഒരു ഒട്ടകത്തിന്റെ പുറത്ത് കയറിയിട്ട വന്നത്. ആ ഒട്ടകം ഒരു കാണാനൊന്നും വലിയ ഭംഗിയൊന്നുമില്ല. അവർ പറഞ്ഞു, മുസ്ലിം ലോകത്തിന്റെ അധിപനായ ഉമർ ഇത്ര മോശപ്പെട്ട വാഹനത്തിലോ? വാഹനമൊന്ന് മാറി കയറണം. എന്നിട്ട് അവർ ആനയിച്ചു കൊണ്ടുപോയി ബൈത്തുൽ മുഖദ്ദസിലേക്ക്. മഹാന്യങ്ങൾ പറയുന്നത് ജൂതന്മാരുടെ കാലത്താണ് അവർ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മഖബറ കെട്ടിപ്പൊക്കിയത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ സത്യത്തെ അസത്യത്തിനെതിരെ സന്ധിയില്ലാ സമരം ചെയ്ത ഉമർ റളിയല്ലാഹു അൻഹു ഈ അനാചാരത്തെ അംഗീകരിച്ചുകൊണ്ടോ? നിങ്ങൾ എന്തായി പറയുന്നത്? കഴിഞ്ഞുപോയ സ്വഹാബികളെ മുഴുവൻ ചീത്ത പറയാം. ഇതല്ലേ നിങ്ങളുടെ പണി? നിങ്ങൾക്ക് തോന്നിയെടുത്തൊക്കെ നിങ്ങൾ വളച്ചൊടിക്കുക. ഞാൻ പറയുന്നത് സിയാറത്ത് പണ്ടേ ഉണ്ട്, അത് ഇന്ന് കേരളക്കാരുണ്ടാക്കിയതല്ല. മലയുടെ ചരിത്രങ്ങൾ നമ്മൾ പറയുമ്പോൾ ഒരു മലയിൽ നിന്ന്, ഒരു മലയുടെ നാട്ടിൽ നിന്ന്, മക്ക എന്ന ഒരുപാട് മലകളുള്ള നാട്ടിൽ നിന്ന്, സിലോൺ എന്ന് പറയുന്ന ഇന്ന് ശ്രീലങ്കയുടെ ഭാഗമായ, പഴയ കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന സിലോണിൽ ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിന്റെ മുകളിലാണ് ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കിയത് എന്ന്. ഭൂമിയിലേക്ക് ആദം നബി ഇസ്ലാമിനെ അല്ലാഹു ഇറക്കിയപ്പോൾ ആദം നബി ഇറങ്ങിയത് ആദ്യം ആ മലയുടെ മുകളിലാണ്. ആ ഇറങ്ങിയ സ്ഥലത്ത് ആദം അലൈഹി ഇസ്ലാമിന്റെ കാൽപാദം പതിഞ്ഞിട്ടുണ്ട്. കേരള ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഈ കേരളത്തിലെ മുസ്ലിയാക്കന്മാർ എഴുതിയതല്ല, കേരള ചരിത്രകാരന്മാർ എഴുതിയതാണ്. ആ കാൽപാദം സിയാറത്തു ചെയ്യാൻ പോകുന്ന അറബികളെയായിരുന്നു ചേരമാൻ പെരുമാൾ കണ്ടത് എന്ന് ചരിത്രമുണ്ട്. അവരുമായി സംസാരിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, ഈ ചന്ദ്രന്റെ പിളർപ്പിന്റെ അത്ഭുതം കാണുന്നവരോടൊക്കെ ചോദിക്കാൻ തുടങ്ങി ചേരമാൻ പെരുമാൾ. അപ്പോഴാണ് അവർ പറഞ്ഞു കൊടുത്തത്, അത് ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, ഏകദൈവത്തിൽ വിശ്വസിക്കണമെന്ന് പറയുന്ന പ്രവാചകനാണ്. ഞങ്ങളുടെ നാട്ടുകാരെല്ലാം കൂടെ അയാളെ എതിർത്തപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം, ഞാൻ സത്യത്തിന്റെ പ്രവാചകനാണ്. അപ്പൊ ഞങ്ങളുടെ നാട്ടുകാർ പറഞ്ഞു, വിശ്വസിക്കണോ? നീ ഞങ്ങൾക്കൊരു അത്ഭുതം കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അയാൾ ചോദിച്ചു, എന്താ അത്ഭുതമാ കാണിക്കേണ്ടത്? ഞങ്ങളുടെ നാട്ടുകാർ ഒരിക്കലും അയാൾക്ക് ചെയ്യാൻ കഴിയാത്തതാവണം പറയേണ്ടത് എന്നതുകൊണ്ട് അവർ ചന്ദ്രൻ നോക്കിയിട്ട് പറഞ്ഞു, ഈ ചന്ദ്രനെ 2 പിളർപ്പാക്കി കാണിച്ചു തരണേ. അപ്പോഴാണ് അദ്ദേഹം തന്റെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചപ്പോൾ ചന്ദ്രൻ 2 പിളർപ്പായത് എന്ന് അവർ പറഞ്ഞപ്പോ ചേരമാൻ പെരുമാളിന് ഇവരുടെ കൂടെ മക്കയിലേക്ക് പോകാനും അല്ലാഹുവിന്റെ ഹബീബിനെ കാണാനും വല്ലാത്തൊരു താല്പര്യമുണ്ടായി എന്നാണ്. ഇവരോട് ചോദിച്ചു, അത്രേ നിങ്ങൾ എന്റെ കൂടെ, നിങ്ങൾ എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടുമോ മക്കയിലേക്ക്? അങ്ങനെ അവരുടെ കൂടെയാണ് അത്രേ ചേരമാൻ പെരുമാൾ പോകുന്നത്. പോരുന്ന സമയത്ത് തന്നെ അനന്തരവന് ഭരണമേൽപ്പിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നോക്കാൻ ഏൽപ്പിച്ചിട്ട് ചേരമാൻ പെരുമാൾ അവരുടെ കൂടെ യാത്ര ചെയ്തത്രേ. ഓളങ്ങൾ തള്ളിയിട്ട് പോകുന്ന പായക്കപ്പലിലാണ് യാത്ര ചെയ്ത് അവസാനം പരിശുദ്ധമായ മക്കയിലെത്തി. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുപോത്രേ. അല്ലാഹുവിന്റെ ഉപദേശങ്ങൾ കേട്ട് റസൂലുള്ളാഹിയിൽ വിശ്വസിക്കുകയാണ്. വിശ്വസിച്ചു ഏതാനും മാസങ്ങൾ അവിടെ തന്നെ തങ്ങി. പിന്നെ അല്ലാഹുവിന്റെ ഹബീബ് ഈ മഹാനെ തന്നെ കേരളത്തിലേക്ക് ഇസ്ലാമിന്റെ വെളിച്ചമെത്തിക്കാൻ വേണ്ടി പറഞ്ഞേക്കുകയാണ്. പുണ്യനബിയിൽ നിന്ന് ഏറ്റെടുത്ത് വെളിച്ചമെത്തിക്കാൻ കൂടെ 10ഓളം വരുന്ന 11ഓളം വരുന്ന സംഘമായി അവർ മക്കയിൽ നിന്ന് പുറപ്പെടുകയാണ് കേരളത്തിലേക്ക്. അവർ വരുന്ന വഴിക്കാണ് സലാലയുടെ ഭാഗത്ത് കൂടെയാണ് അന്നും യാത്ര ചെയ്യാറുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെ പോവാ, ജിദ്ദയ്ക്ക് പോകുമ്പോഴും പോവാ സലാല വഴിക്കാണ്. കടൽ മാർഗമായാലും അത് വായുമാർഗമാണെങ്കിലും അതാണ് ഏറ്റവും സുഖകരമായ റൂട്ട് എന്നാണ്. ഇഷ്ടമുള്ള കൂടെ ഫ്ലൈറ്റ് പറത്തൂല, നമ്മൾ കരുതി ആണ് പൊങ്ങിയിട്ട് പിന്നെ ഇഷ്ടമുള്ള വഴിക്ക് പോരാന്നല്ല. ഒരു ക്യാബിൻ ക്രൂ എൻ്റെ ഒരു സുഹൃത്താണ്, എറണാകുളത്തുള്ള ആളാണ്. അയാൾ എൻ്റെ കൂടെ ഹജ്ജിനുണ്ടായിരുന്നു. സേട്ടു സാഹിബിന്റെ കുടുംബക്കാരനായിരുന്നു. അയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ ഫ്ലൈറ്റിന്റെ കാര്യമൊക്കെ വെച്ചപ്പോൾ എന്നോട് ഉസ്താദേ, പൊങ്ങിയിട്ട് അങ്ങനെ ഇഷ്ടമുള്ളത് പറക്കലല്ല, അന്തരീക്ഷത്തിലും വായുമണ്ഡലത്തിലും ഉണ്ട് NH-47. അവർ പറഞ്ഞ ആ NH-47 പോവാ, അതിലൂടെയാണ് ഫ്ലൈറ്റ് പോവാ. മാറി സഞ്ചരിച്ചാൽ അന്തരീക്ഷത്തിൽ എവിടെയാണ് അപകടങ്ങളുള്ളത് എന്നറിയില്ല. അതുകൊണ്ട് ആ റൂട്ടിലൂടെ തന്നെയാണ് പോവുക എന്നയാൾ
തങ്ങൾ പറഞ്ഞു, ഇപ്പോഴും പോലെ അങ്ങനെ അന്ന് പായക്കപ്പൽ വരാറുള്ളതും ആ വഴിക്ക് തന്നെയാണ്. അപ്പോഴാ ചെയർമാൻ പെരുമാളിന് രോഗമായത്. രോഗം മൂർജിച്ചപ്പോ കപ്പൽ കരക്കണയിച്ചു അത്രേ. മഹാനവറുകൾ അവിടെ വെച്ച് ദുആ ചെയ്തു അത്രേ, അല്ലാഹുവിനോടല്ല കാലാവസ്ഥ അനുകൂലമാക്കി തരണമല്ല എന്ന ദുആയുടെ ഫലമായിരുന്നു മരുഭൂമിക്കിടയിൽ ഒരു കേരളം. സലാലയിൽ പോയാൽ തനി കേരളമാണ്. കവിങ്ങണ്ടവിടെ, തെങ്ങണ്ടവിടെ, കർമൂസയുണ്ടവിടെ. കർമൂസ് എന്ന് പറയില്ലേ, കർമ്മത്തി എന്താങ്ങൾ പറയാന്നറിയില്ല. പപ്പായ ഉണ്ടവിടെ. കേരളത്തിൽ തന്നെയാണ്. ഒരാളെ കണ്ടുകെട്ടിയിട്ട് അയാളെ സലാലയിൽ കൊണ്ടുപോയി വിട്ടാൽ അയാൾ പറയും, ഞാൻ പാനൂരിലോ അല്ലെങ്കിൽ പൈങ്ങോട്ടൂരിലോ ആണ് ഉള്ളത് എന്നൊക്കെ പറയും. ഇത്ര സൈമാണ് കേരളവുമായി. മഹാനവറുകളുടെ ദുആയുടെ ഫലമാണത്രേ. ഏതായാലും ചെയർമാൻ പെരുമാൾ അവിടെ വെച്ച് വഫാത്താവുകയാണ്. മഹാനവറുകളുടെ ഖബറുണ്ട് സലാലയിൽ, കെട്ടിപ്പൊക്കിയ അവസ്ഥയില. സലാല എന്ന് പറയുന്ന രാജ്യം സമസ്തയുടെ അണ്ടറിലല്ല. സലാല എന്ന രാജ്യം സമസ്തയുടെ അണ്ടറിലല്ല, അത് കെട്ടിപ്പൊക്കിയ അവസ്ഥയില. അവരോടുള്ള ആദരവാണ്. എന്തിന്? ഈ കഴിഞ്ഞുപോയ മഹാന്മാരൊന്നും ചരിത്രത്തിൽ വിസ്മരിക്കപ്പെട്ടു പോകാൻ പാടില്ല. അവരുടെ ഖബറുകൾ കാണുമ്പോ പിൽക്കാലത്തുള്ള ആളുകൾ ചോദിക്കണം ആരാണിത് എന്ന്. അപ്പൊ അവർക്ക് മനസ്സിലാവണം ഇത് ഇസ്ലാമിന് വേണ്ടി ഇങ്ങനെയൊക്കെ സേവനം ചെയ്ത ആളാണ്. ഉടനെ അവർ ദുആ ചെയ്തു പോകണം. ഖുർആൻ പറഞ്ഞ പോലെ റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. അവരെ കാണുമ്പോൾ അവരുടെ ഖബറിന്റെ അടുത്ത് നിന്ന് ദുആ ചെയ്തു പോകണം. ഖുർആനാണ് പറയുന്നത്. ഏതായാലും അവരവിടെ വെച്ച് മരിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് ചെയർമാൻ പെരുമാൾ ഒരു കത്ത് എഴുതിയിട്ട് വസിയത്തായി കൂടെയുള്ളവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഒരുപക്ഷെ ഞാനിവിടെ മരിക്കാൻ സാധ്യതയുണ്ട്, ഈ ലോകത്തിൽ ഞാൻ രക്ഷപ്പെടാൻ സാധ്യതയില്ല, ഞാൻ മരിച്ചാലും നിങ്ങൾ ഇവിടെ വെച്ച് തിരിച്ചു പോകരുത്. റസൂലുള്ളാഹി ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കാൻ നിങ്ങൾ എന്റെ നാട്ടിലേക്ക് പോകണം. ഈ കത്ത് ഞാൻ അവിടെ ഭരണമേൽപ്പിച്ചു വന്ന ആളുണ്ട്, അയാളുടെ കയ്യിൽ കൊടുത്താൽ അയാൾ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. അവർ നേരെ അവിടെ നിന്ന് മഹാനവറുകളുടെ വഫാത്തിന് ശേഷം കപ്പൽ കയറിയിട്ട് നാട്ടിലേക്ക് പോരുകയാണ്, കേരളത്തിലേക്ക്. അവർ നേരെ വന്നിട്ട് അവരുടെ കപ്പൽ വന്നടഞ്ഞത് അവിടെ കൊടുങ്ങല്ലൂരിലായിരുന്നു അത്രേ. ഇറങ്ങിയിട്ട് നേരെ അവർ തിരുവിതാംകൂറിൽ ചെയർമാൻ പെരുമാളിന്റെ ഭരണപ്രദേശത്തേക്ക് അവർ ചെന്നു. കയ്യിലുണ്ടായിരുന്ന കത്ത് കൊടുത്തു. കത്ത് കൊടുത്തപ്പോൾ അനന്തരവനായ ആൾ രാജാവിന്റെ കത്താം ഈ വന്ന അതിഥികളെ വല്ലാതെ സ്വീകരിച്ചുവെന്നാണ്, ബഹുമാനത്തോടെ ആദരവോടെ സ്വീകരിച്ചുവെന്ന. നമ്മൾ ഇന്നലെ വരുന്ന മൊയ്തോ ചെയ്ത് അന്ന് ഉഷാറായി നീച്ചു വരുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു ആരോഗ്യം കൊടുക്കട്ടെ. അല്ലാഹു വീഴ്ചയിൽ നിന്നവരെയും നമ്മളെയും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. പ്രായമാവുമ്പോഴേ എല്ലാത്തിനും ക്ഷീണം വരുന്ന, നടക്കുമ്പോഴൊക്കെ നല്ല ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏതായാലും ഇവര് കൊട്ടാരത്ത് വന്നപ്പോൾ ഇവർക്ക് എല്ലാവിധ സ്വീകരണവും കൊടുത്തു. കുടിക്കാൻ കൊടുത്ത വെള്ളം എന്തായിരുന്നു നിങ്ങൾ? ഇളനീരായിരുന്നു. ഇളനീർ കേരളത്തിൻ്റെ സംസ്കാരം ഉണ്ടായിരുന്നു അന്നേ. നമുക്ക് അമേരിക്കക്കാരനോട് വലിയ ഇഷ്ടമായതുകൊണ്ട് നമ്മുടെ നാട്ടിൽ വന്നാലും നമ്മൾ കൊടുക്കുന്നത് പെപ്സിയാണ്, കോളയാണ്. അങ്ങനെ ഓരോ നാട്ടിലും ചെന്നാൽ ആ നാട്ടിലെ ഭക്ഷണം കേൾക്കേണ്ടതാണ്. ആദ്യം കൊടുത്തത് ഇളനീരായിരുന്നു അല്ലേ. കാശ്മീരിൽ പോയ ഒരാൾ എന്നോട് പറഞ്ഞു, അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് ശ്വാസം കിട്ടാതായി, അത്ര ഹൈറ്റിലുള്ള സ്ഥലമാണല്ലോ. ഞങ്ങളിങ്ങനെ ബേജാറായി, ശ്വാസം കിട്ടാൻ വലിയ ബുദ്ധിമുട്ട്, ശ്വസിക്കാൻ. ഞങ്ങളൊരു കടയിൽ പോയപ്പോൾ കടക്കാരനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ കടക്കാരൻ പറഞ്ഞു, ഇവിടുത്തെ വെള്ളം എടുത്ത് കുറച്ച് കുടിക്കുക, ഇവിടുത്തെ വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ ശരീരം അതിന് സെറ്റാവും. ചെയർമാൻ പെരുമാളിന്റെ അനന്തരവൻ അവർക്ക് കൊടുത്തത് ഇളനീരായിരുന്നു. ഇളനീർ കുടിച്ചു. അവർ കുടിക്കാൻ ഒരുങ്ങുമ്പോൾ ചോദിച്ചു, ഇത് ഹലാലാണോ അതാ ഹലാലുൻ അം ഹറാം? ഇത് ഹലാലാണോ? ജീവിതത്തിൽ പോലും അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ല. എന്താണിത്? അവർ ചോദിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, ഇത് ഞങ്ങൾക്ക് കുടിക്കാൻ പൊരുത്തമുള്ളത് തന്നെയാണ്. അത് തന്നെ അത്ഭുതപ്പെടുത്തിപ്പോയി കൊട്ടാരത്തിലുള്ള ആളുകളെയാണ്. പിന്നെ 11ഓളം ആളുകളതാ കേരളത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ഇസ്ലാമിക പ്രബോധനം നടത്തുന്നത്. ഇങ്ങനെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഉണ്ടായ പള്ളിയാണ് ചേരമാൻ പള്ളി എന്നറിയപ്പെടുന്ന പള്ളി. കൊടുങ്ങല്ലൂരിലെ പള്ളിയാണത്. ചേരമാൻ പള്ളിയാണത്ര ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമുണ്ടായ പള്ളി. സ്വഹാബികൾ നിർമ്മിച്ച പള്ളിയാണ്. പിന്നെ ഈ 11 ആളുകളും അവരുടെ അനന്തരവന്മാരും കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്കും തമിഴ്നാടിന്റെ ഭാഗങ്ങളിലേക്കും പോയി.
അങ്ങനെയാണ് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു കേരളത്തിലെത്തുന്നത്. അവരിൽ പ്രമുഖനായ ആൾ കാസർഗോഡാണ് മരിച്ചു കിടക്കുന്നത്. അങ്ങനെയാണ് അവർ കാസർഗോഡ് എത്തുന്നത്. മാലിക് ഇബ്നു ഹബീബിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കൊയിലാണ്ടിക്കടുത്തുള്ള കൊല്ലത്ത് വന്നത്രേ. കൊയിലാണ്ടിക്കടുത്തൊരു കൊല്ലമുണ്ട്. അവിടെ വന്ന ആളുകളുടെ ചരിത്രം എങ്ങനെയാണ് അവിടെ ദീൻ ഉണ്ടായത് നല്ല മനസ്സിലാക്കണം. ബോംബെറിഞ്ഞിട്ടില്ല, വാളെടുത്തിട്ടില്ല, കുത്തും കൊലയുണ്ടാക്കിയിട്ടില്ല. അവർ വന്നൊരു സ്ഥലത്ത് താമസിക്കുകയാണ്. അവിടെ ആ നാട് ഭരിക്കുന്ന കൊയിലാണ്ടി കൊല്ലം പ്രദേശം ഭരിക്കുന്ന നാട്ടുരാജാവുണ്ടായിരുന്നു. അയാളുടെ മകൾക്ക് കലശലായ രോഗം വന്നു. ആര് ചികിത്സിച്ചിട്ടും രോഗം സുഖപ്പെടുന്നില്ല. അപ്പോഴാണ് ആ ഭാഗത്ത് വന്ന് താമസിക്കുന്ന ഈ ചെറു സംഘത്തെ കുറിച്ചുള്ള വിവരം ആരോ പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു സംഘം ആളുകൾ താമസിക്കുന്നുണ്ട്, അവരിൽ അത്ഭുത സിദ്ധികൾ ഉള്ള ആളുകളുണ്ട്. ശ്രദ്ധിക്കണേ, അവരിൽ ഈ യമാനുസാദ് കൊടുത്ത വിഷയം ഒരു ദിവസം കൊണ്ടൊന്ന് പറഞ്ഞു തീർക്കാനും പറയാനും പറ്റാത്ത വിഷയം. മലനാടിനുമുണ്ടൊരു ചരിത്രം പറയാനുണ്ട് ചരിത്രം. അവരിൽ അത്ഭുത സിദ്ധി കാണിക്കുന്ന ഒരാളുണ്ട് എന്ന വിവരം രാജാവിനോട് ആരോ പറഞ്ഞു. അപ്പോഴാ രാജാവ് അയാളെ വിളിപ്പിച്ചത് മാലിക് ഇബ്നു ഹബീബായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ട ആളുകളുണ്ട്. ഏതായാലും ശരി, ഇവരുടെ അനന്തരക്കാരനാണ്. അദ്ദേഹം കൊട്ടാരത്തിലേക്ക് വന്നു. ആ കുട്ടിയൊന്ന് മന്ത്രിച്ചു. കുട്ടിയുടെ അസുഖം സുഖപ്പെട്ടു. അത്ഭുതം. ആര് ചികിത്സിച്ചും സുഖപ്പെടാതെ അസുഖം സുഖപ്പെട്ടപ്പോൾ രാജാവ് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് സമ്മാനമാ വേണ്ടത്? അപ്പൊ രാജാവിനോട് പറഞ്ഞു, രാജാവേ, എനിക്കൊന്നും വേണ്ട. എന്റെ ആളുകൾക്ക് ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം വേണം. ഞങ്ങൾക്കൊരു പള്ളി നിർമ്മിക്കാൻ, ഒരു ആരാധനാലയം ഉണ്ടാക്കാൻ, ഞങ്ങൾക്ക് ഈ ആരാധനാ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ. അന്ന് ഭൂമിക്ക് ഇത്രമേൽ വിലയില്ലാത്ത കാലമാണല്ലോ, ഈ ലക്ഷങ്ങളൊന്നും കൊടുക്കണ്ടല്ലോ. അന്ന് രാജാവ് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എടുത്തോളൂ. ആ സമയത്ത് കല്ലെടുത്തെറിഞ്ഞ ദൂരത്തെത്തിയ ഒരേറെറിഞ്ഞു കല്ലെടുത്തിട്ട് ആ ദൂരത്തെത്തിയ സ്ഥലമാണത്രേ കൊയിലാണ്ടി കൊല്ലത്ത്. പെരുന്നാളിന് ഊട്ടിയിലേക്കല്ല പോകേണ്ടത്, പെരുന്നാളിന് പോകേണ്ടത് ലാൽബാഗിലേക്കല്ല, ബ്രിട്ടീഷുകാരിയുടെ പേരടി നോക്കാൻ ഉല്ലാസ കേന്ദ്രങ്ങളിലേക്കല്ല പോകേണ്ടത്. നിങ്ങൾ സിയാറത്തിന് പോകുന്നതെങ്കിൽ ഒന്ന് പോയി നോക്ക്. കൊല്ലം കൊയിലാണ്ടിക്കടുത്തുള്ള കൊല്ലം, അവിടെയുണ്ട് ആ പഴയ കാലത്തെ പള്ളിയുണ്ട്. ആ പള്ളിയുടെ മുറ്റത്തായി മഹാരഥന്മാരായ ഈ പ്രഭുക്കളെല്ലാം, ഈ മഹാന്മാരെല്ലാം ഉണ്ട് വിശ്രമം കൊള്ളുന്നുണ്ട്. മലപ്പുറത്തുണ്ടായിരുന്ന, മലപ്പുറത്തിന്റെ മലയിൽ താമസിച്ചിരുന്ന കീശേരി മുഹമ്മദ് മുസ്ലിയാറുണ്ടല്ലോ. മഹാന്മാരും മലയും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്ന് കാണാൻ കഴിയും. നിങ്ങൾക്ക് അറിയുമെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. വഫാത്തായി പോയ കീശേരി മുഹമ്മദ് മുസ്ലിയാർ ഒരു മല മുകളിലെ മുഴുവൻ ദിക്ർ കൊണ്ട് സമ്പന്നമാക്കിയ ആ മഹാൻ ഇടയ്ക്കിടെ അവിടെ വന്ന് സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. മഹാനായ കീശേരി ഉസ്താദ് സിയാറത്തിന് കൂട്ടി പോകാറുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, അർദ്ധരാത്രിയിലൊക്കെ എന്നോട് പറയാ, വാടോ നമുക്കൊന്ന് സിയാറത്തിന് പോകാം. ഓരോ മഹാന്മാരുടെയും ഖബറിന്റെ അടുത്തിരുന്നിട്ട് ഓരോ യാസീനുമത്രേ നമ്മളൊക്കെ ഒന്നാകെ ഓതിയിട്ട് ഹദിയ ചെയ്യലില്ലേ, എന്നിട്ട് സിയാറത്ത് ചെയ്തായിരുന്നു അത്രേ പോകാറുള്ളത്. ആ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നവിടെ. നിങ്ങൾ ആലോചിക്കണേ, കൊയിലാണ്ടിയിലും പൈസ പ്രദേശത്തും വാളെടുത്തല്ലവർ യുദ്ധം ഇസ്ലാം പ്രചരിപ്പിച്ചത്, ബോംബെറിഞ്ഞിട്ടില്ല ഇസ്ലാം പ്രചരിപ്പിച്ചത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതി മന്ത്രിച്ചു കൊടുത്ത് അത്ഭുതങ്ങൾ കാണിച്ച, അങ്ങനെ ജനങ്ങൾക്കിടയിൽ വിശ്വാസം ഉണ്ടാക്കിയത്. കേരളത്തിലെ മൺമറഞ്ഞു പോയ മഹാരഥന്മാർ ഇസ്ലാമിക ദഅവത്തിന്റെ വിഷയത്തിൽ ചരിത്രങ്ങളെമ്പാടും പറയാറുണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ പറയാറുണ്ട്. അങ്ങനെയാണ് ആ ഭാഗത്ത് വിശുദ്ധമായ ഇസ്ലാം വളർന്നു പന്തലിക്കുന്നത്. എത്ര മഹാന്മാർ, പ്രധാനമായും ചരിത്രത്തിൽ ഓർക്കപ്പെടുന്ന ചില നാഴികക്കല്ലുകളായ മഹാരഥന്മാരുണ്ട്. സമയം വളരെ വിരളമായതുകൊണ്ടാണ് 3-4 ആളുകളെ മുറിച്ചു മാത്രം ഒരൽപ്പം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നത്. പിന്നെ ചരിത്രത്തിൽ വളരെ നാഴികക്കല്ലായി മാറിയ ഒരു വിശുദ്ധമായ ഇസ്ലാമിന്റെ ദഅവത്തിന്റെ മേഖലയിലെ പ്രധാനമായ രംഗമായിരുന്നു മഹാന്മാരായ മഖ്ദൂംമാരുടെ കടന്നുവരവ്. 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിജ്റ, അതായത് ക്രിസ്തുബ്ദം 15-ാം നൂറ്റാണ്ടിലാണ് മഹാന്മാരായ മഖ്ദൂം കുടുംബം യമനിൽ നിന്ന് കടന്നു വരുന്നത്.
യമനിൽ നിന്നവർ കടന്നു വരാം. യമനിൽ നിന്നവർ കടന്നു വന്നിട്ട് ശ്രീലങ്കപട്ടണം എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ സ്ഥലത്താണ് അവർ എത്തിച്ചേർന്നത്. വിശുദ്ധ ഇസ്ലാമിന്റെ ദാവത്തായിരുന്നു അവരുടെ ലക്ഷ്യം. അവിടെ നിന്നാണ് അവരിൽപ്പെട്ട ഒരാൾ നേരെ കൊച്ചിയിലേക്ക് വരുന്നത്. കൊച്ചിയിൽ നിന്നാണ് പിന്നെ മഖ്ദൂമുമാർ അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ നേരെ അവർ വന്നത് പൊന്നാടിയിലായിരുന്നു. പൊന്നാണിയിൽ വന്നവരെ താമസമാക്കി. ആ കുടുംബത്തിലാണ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനും രണ്ടാമനും ഉണ്ടാകുന്നത്. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ഇൽമ പഠിക്കാനായി മക്കയിൽ പോയി ഇൽമ പഠിച്ചു. അവിടെ നിന്ന് ഇൽമ പഠിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹം ഈജിപ്തിൽ പോയി. അന്ന് അസ്ഹർ യൂണിവേഴ്സിറ്റി അന്നും ലോകത്ത് വിജ്ഞാന കേന്ദ്രമായി നിലനിരുന്ന സ്ഥാപനമായിരുന്നവർ അവിടെ പോയി. അങ്ങനെ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പോയി അവിടെ വെച്ചും പല മഹാന്മാരായ പണ്ഡിതന്മാരുടെ നിന്നും ഇൽമ പഠിച്ചു. പഠിച്ചിട്ട് അവർ നേരെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനാണ് പൊന്നാനിയിൽ ദർസ് ആരംഭിക്കുന്നത്. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ പള്ളിയിൽ ദർസ് ആരംഭിച്ചു. ആ ദർസാണ് പൊന്നാനി പള്ളിയിൽ ഉണ്ടായിരുന്നത്. പൊന്നാനി പള്ളിയിൽ ആ ദർസായിരുന്നു ഉണ്ടായിരുന്നത്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ആ ദർസ് നല്ല രീതിയിൽ നടത്തി വന്നു. സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ അവരുടെ ഇളയപ്പയുടെ മകനായി ജനിച്ച ആളാണ്. അവരും മഹാനവറുകൾ ഇൽമ പഠിച്ചു നാട്ടിൽ നിന്ന് തന്നെ. പിന്നെ പരിശുദ്ധമായ മക്കയിൽ പോയി 10 കൊല്ലത്തോളം അവിടെയും ഇൽമ പഠിച്ചു. എന്നിട്ട് അവർ തിരിച്ചു വന്നു. ചില ആൾക്കാരൊക്കെ പറയില്ലേ, മക്കത്ത് നടക്കണമെന്നല്ല ഇവിടെ നടക്കണേ, മക്കത്തുള്ളതല്ല അവിടെ അങ്ങനെയാണ്. ഹജ്ജിനൊക്കെ പോയി വന്ന പിന്നെ ഉംറക്കൊക്കെ പോയി വന്ന അങ്ങനെ ആടിനൂലുണ്ടല്ലോ, ആടിനൂൽക്ക് പിന്നെ ആട്ടം ഒന്നുകൂടി കൂടും. ഓല് പറയും മക്കത്തൊന്നും ഇങ്ങനെയല്ലല്ലോ, മക്കത്ത് ഇപ്പം കാണുന്ന മയിലല്ലേ എന്ന് പണ്ട്. അതാ മനസ്സിലാക്കേണ്ടത്. സലഫികൾ വന്നതിന് ശേഷമാണ് മാറ്റമുണ്ടായത്. പക്ഷെ എപ്പോഴും മാറ്റാൻ പേടിക്കുന്ന ഒന്നുണ്ട്. തറാവീഹ് 20 റക്അത്താണ്. മാറ്റിയിട്ടില്ല. ഹറമിൽ മാറ്റിയിട്ടില്ല. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് പോയൊക്കെ പല പള്ളിയിലും 8 സംസ്കരിക്കണം. ഹറമിൽ മാറ്റിയിട്ടില്ല. എന്തോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണല്ലോ ജമാഅത്തായി ഒരു ഇമാമിന്റെ നേതൃത്വത്തിലായി തറാവീഹ് നടക്കുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിയായിരുന്നല്ലോ നടപ്പിൽ വരുത്തിയത്. അതിനുശേഷം പിന്നെ അങ്ങനെ തന്നെ നടന്നു വരുന്നത്. മഹാനായ ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമൻ രണ്ടാമൻ 10 കൊല്ലം ദർസ് പഠിച്ചു മക്കയിൽ വെച്ച്. എന്നിട്ട് നാട്ടിലേക്ക് വന്നിട്ട് ഈ ദർസിന്റെ ചുമതല ഏറ്റെടുത്തു. ആ ദർസിൽ നിന്നാണ് ഒട്ടേറെ പണ്ഡിതന്മാർ കേരളത്തിൽ ഉണ്ടായത്. ആ പണ്ഡിതന്മാരാണ് പിന്നെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ദീനിന്റെ ദഅവത്ത് ഏറ്റെടുത്തത്. പള്ളികളിലേക്ക് ഇമാമുമാരായി വരാറുണ്ടായിരുന്നത് ആ ദർസിൽ പഠിച്ച പണ്ഡിതന്മാരായിരുന്നു. മഹല്ലുകളുടെ ഖാദിയായിരുന്നത് അവരാ. പിന്നെ സൈനുദ്ദീൻ മഖ്ദൂമുമാർ പൊന്നാനി കേന്ദ്രമായിട്ടാണ് പിന്നെ കേരളത്തിന്റെ ദഅവി പ്രവർത്തനം ശക്തമാകുന്നത്. മഹാനായ സൈനുദ്ദീൻ ഒന്നാമന്റെ കാലഘട്ടത്തിലും രണ്ടാമന്റെ കാലഘട്ടത്തിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദർസിൽ വ്യാപകമായ സംവിധാനമാണ് ദർസ് സംവിധാനം. ആ ദർസിൽ പഠിച്ചു വളർന്ന ആളാ മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. ഉമർ ഖാദി ചരിത്രത്തിന്റെ വേറെ നായികക്കല്ലാണ്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. ഞാൻ പറയുന്നത് എന്താ, ഈ കഴിഞ്ഞു പോയ പൂർവികന്മാരുടെ ജീവിത പാത യാതൊരു വ്യതിയാനവും ഇല്ലാതെ പിന്തുടർന്നവരായിരുന്നു ഇവരെന്നൊക്കെ പറയാനാണ്. സയ്യിദുനാ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അതേപോലെ ഉള്ളൊരു ദർസിൽ പഠിച്ചു വളർന്ന മഹാനാണ്. മഹാനവറുകൾ ബ്രിട്ടീഷുകാർ പിടിക്കാൻ ഒരുങ്ങുന്നുവെന്നറിഞ്ഞപ്പോൾ ഒളിവിൽ പോയ സമയം മഹാനവറുകൾ നടത്തിയിരുന്ന ദർസാണ് പിന്നെ താനൂരിലുണ്ടായിരുന്ന ഇപ്പോൾ അത് ഒരു വലിയ സ്ഥാപനമായി അറിയപ്പെടുന്ന താനൂരിലെ ആ ദർസ് മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷമാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന സമസ്തയുടെ വൈകാലത്തെ പ്രസിഡന്റായ മഹാൻ ഏറ്റെടുത്തത്. താനൂരിലുണ്ടായിരുന്ന ദാറുൽ ഉലൂം എന്ന് പറയുന്ന സ്ഥാപനം പിൽക്കാലത്ത് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഒളിവിൽ പോയതിന് ശേഷമാണ് അവരുടെ അനന്തരവക്കാരനായി വന്ന മഹാനായ മമ്പുറം തങ്ങളവരുടെ ശിഷ്യനായിരുന്ന ഒരു മഹാനായ പണ്ഡിതൻ അവിടെ ദർശനം നടത്തിയിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷുകാർ തെരയുന്നു എന്നറിഞ്ഞപ്പോൾ ഒളിവിൽ പോയ കേപ്പിലാണ് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആ സ്ഥാപനം ഏറ്റെടുക്കുന്നത്. അങ്ങനെയാണ്
ചരിത്രം അങ്ങനെയാണ്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് മമ്പറം തങ്ങൾ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് മമ്പറം തങ്ങൾ വന്നതും യമനിൽ നിന്ന് തന്നെയായിരുന്നു. മമ്പറം തങ്ങളുടെ 2 അമ്മാവന്മാരും കോഴിക്കോട്ടുണ്ടായിരുന്നു. സാമൂതിരി കേരളം ഭരിക്കുന്ന കാലഘട്ടത്തിൽ സാമൂതിരി രാജാവ് കേരളം ഭരിക്കുമ്പോൾ കോഴിക്കോട്ട് ഭരിച്ചുകൊണ്ടിരുന്ന സമയം മഹാനായ മമ്പറം തങ്ങളുടെ 2 അമ്മാവന്മാർ ഷെയ്ഖ് ജിഫ്രിയും ഷെയ്ഖ് അഹമ്മദ് ജിഫ്രിയും 2 പേരും കേരളത്തിൽ ഉണ്ടായിരുന്നു. ആ 2 അമ്മാവന്മാരും മരിക്കുകയാണ്. മരിക്കുന്നതിനോട് അനുബന്ധമായാണ് അവരുടെ പെങ്ങളുടെ മകനായ മഹാനായ സയ്യിദ് അലവിയിൽ മൻഫുറമി കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിൽ വന്ന് അവരുടെ ഒരു അമ്മാമൻ മമ്പുറത്തായിരുന്നു താമസമാക്കിയിരുന്നത്. ആ അമ്മാമൻ മരിച്ചപ്പോൾ മമ്പറം തങ്ങളെ നാട്ടുകാരങ്ങോട്ട് കൊണ്ടുപോയി. കാരണം അമ്മാവനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അമ്മാവൻ മരിച്ചപ്പോൾ ആ സ്നേഹം അവർ പ്രകടിപ്പിച്ചത് പെങ്ങളുടെ മകനെ അവിടെ കൊണ്ടുപോയിട്ടാണ്. പക്ഷേ മമ്പറം തങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോ മമ്പറം തങ്ങളുടെ പ്രായം 15 ചെറിയ വയസ്സാണ്. 15 വയസ്സ് ആളുകൾക്ക് കണ്ണിൽ പിടിക്കാനുള്ള പ്രായമായിട്ടില്ല. മമ്പറം തങ്ങൾ അങ്ങോട്ട് ചെന്നു. ചില ആളുകളൊക്കെ അങ്ങനെ അഭിപ്രായം പറയാൻ തുടങ്ങി, ആ വലിയ മഹാന്റെ സ്ഥാനത്ത് ഈ ചെറിയ കുട്ടിയോ, PM പോലെയുള്ള കുട്ടിയോ, കാലിന്റെ ചുവപ്പ് മാറാത്ത കുട്ടിയോ? മമ്പറം തങ്ങൾ കേൾക്കണേ, വന്ന ആദ്യ ആഴ്ച തന്നെ കറാമത്ത് കാണിച്ചാണ് മമ്പറക്കാരെ കീഴ്പ്പെടുത്തിയത്. മമ്പറത്തെന്ന് വലിയ ജുമഅത്ത് പള്ളിയിൽ ജുമഅ നടക്കുകയാണ്. അന്ന് ജുമഅ അക്കാലത്തുള്ള പള്ളി ഇപ്പോഴും ഉണ്ടവിടെ. ജുമഅ നടക്കുന്നു. ഈ കുട്ടിയും ജുമഅക്ക് വന്നിട്ടുണ്ട്. മഹാനായ ജിഫ്രിയുടെ അനന്തരക്കാരനായി വന്ന സയ്യിദ് അലവിയും ജുമഅക്ക് വന്നിട്ടുണ്ട്. ജുമഅ നിസ്കരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് കൈയടിച്ചു പോയി. പള്ളിയുടെ മൂലയിൽ പോയി ളുഹർ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ പള്ളിയിൽ കുഴപ്പമായി. ആളുകൾ ചോദിച്ചു, ആരടാ ഇവൻ? ഇമാമിന്റെ കൂടെ നിസ്കരിക്കുമ്പോ ജുമാ നിസ്കാരത്തിൽ കൈയടിച്ചു പോയി നിസ്കരിക്കാൻ ആരടാ? പള്ളിയിൽ കുഴപ്പമായി. ആളുകൾ പറഞ്ഞു, കുഴപ്പാക്കണ്ട, കുട്ടിയെ തന്നെ വിളിച്ച് ചോദിച്ചു നോക്കാം. 10-15 വയസ്സുള്ള കുട്ടിയാണ്. കുട്ടിയെ വിളിച്ചിട്ട് ചോദിച്ചു, സയ്യിദ് അലവിയ മോനെ, എന്തേ നിങ്ങൾ ജുമാ നിസ്കാരത്തിനിടയ്ക്ക് കൈയടിച്ചു പോയി നിസ്കരിച്ചത്? അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ ഖതീബ് ജുമാ നിസ്കരിക്കുമ്പോ പശുവിനെ കൊണ്ടുവരാൻ പോയതാ. അവർക്കൊന്നും മനസ്സിലായില്ല എന്തായി പറയുന്നത്. അങ്ങനെയാണ് മഹാന്മാരെ വർത്താനൊന്നും ചിലപ്പോൾ തിരിഞ്ഞോളുന്നില്ല. ഇവരെ ഖതീബിനോട് ചെന്നിട്ട് പറഞ്ഞു, ആ പയ്യൻ നിങ്ങൾ നിസ്കരിക്കുമ്പോ കൈയഴിച്ചു പോയി നിസ്കരിക്കാൻ കാരണം പറഞ്ഞത് നിങ്ങൾ ജുമാ നിസ്കരിക്കുമ്പോ പശുവിനെ കൊണ്ടുവരാൻ പോയതാണ്. അപ്പൊ ഈ ഖതീബുമല്ല ചിരിച്ചിട്ട് പറഞ്ഞു, ശരിയാ, അയാളെ കുറ്റപ്പെടുത്തണ്ട. ഞാൻ ജുമാ നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി. ജുമാ നിസ്കാരം കഴിഞ്ഞാണല്ലോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാറുള്ളത്. എന്റെ വീട്ടിൽ പശുവിനെ വിറ്റിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പുതിയൊരു പശുവിനെ കൊണ്ടുവരാൻ ഞങ്ങൾ പശുക്കാലി കച്ചവടക്കാരനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അയാൾ വെള്ളിയാഴ്ച കൊണ്ടുവന്ന് തരാന്നാ പറഞ്ഞത്. ഞാനിങ്ങനെ നിസ്കാരത്തിൽ അത് ആലോചിച്ചു പോയി. ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോഴേ പശു വീട്ടിലെത്തിയിട്ടുണ്ടാകുമോ എന്ന് ഞാൻ ചിന്തിച്ചു പോയതാ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽബകുമെന്നവർ. മഹാനായ സയ്യിദ് അലവി എന്ന് പറയുന്ന 15 വയസ്സുള്ള ഈ കുട്ടി ഇത് പറഞ്ഞപ്പോഴാണ് ഖതീബ് പറഞ്ഞത്, ശരിയാ, നിസ്കാരത്തിൽ എന്റെ ചിന്ത മാറിപ്പോയിട്ടുണ്ട് അല്പസമയമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ആ ഖതീബിന്റെ പിന്നിൽ നിസ്കരിക്കാതിരുന്നത്. സയ്യിദ് അലവി എന്ന് പറയുന്ന 15 വയസ്സുള്ള കുട്ടി മാറി നിസ്കരിച്ചത്. അതോടുകൂടെ പിന്നെ ജനങ്ങൾക്കിടയിൽ സർവാംഗീകാരമായി. കേരളത്തിൽ ഇസ്ലാമും ദീനും ഉണ്ടായതൊക്കെ ഈ കറാമത്ത് കാണിച്ചു കൊടുത്തിട്ടാണ് മഹാന്മാർ. ഇന്ന് കാണിക്കാൻ പറ്റുന്ന മനുഷ്യന്മാരില്ലാത്തതുകൊണ്ട് ആളുകളുടെ ഈമാൻ ബലഹീനമായി പോയത്. അല്ലേ? നമ്മളൊക്കെ ഇത്ര കാലമായി വയൽ പറയാൻ തുടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് ഇസ്ലാമിക്ക് വന്ന് നമ്മൾ പറയാണ്ടോ? ഒരാൾ നന്നായത് പറയാറുണ്ടോ? അവർ വയൽ പറഞ്ഞിട്ടായിരുന്നില്ല, അത്ഭുതങ്ങൾ കാണിച്ചായിരുന്നു അവർ ആളുകളെ വിശുദ്ധ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്. റഹ്മത്തുർ റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാറുൽ ഹുദാക്ക് വേണ്ടിയിട്ട് ഒരു സഹോദരൻ ഇന്നലെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞു കേട്ടിട്ട് പോയിട്ട് അദ്ദേഹം ഒരു സംഭാവന കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ദാറുൽ ഹുദാ നടത്തുന്ന എല്ലാ നന്മകളിലും അവർക്കും അല്ലാഹു വിഹിതം നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കവർ തരും. ഈ കവർ നിങ്ങൾക്ക് നാളെ നിങ്ങൾ വരുമ്പോൾ കൊണ്ടുവരാനാണ്. സാധാരണ വയൽ പറയാൻ വരുന്നവർക്ക് ആ കവർ കൊടുക്കല്. ഫൈസൽ മോൻ കേൾക്കാൻ വരുന്നവർക്ക് കവർ കൊടുക്കുക പറഞ്ഞാൽ അത് ഒരു വല്ലാത്ത നാട് തന്നെയാണ്.
നമ്മളെ യമാനി ഉസ്താദിൻ്റെ വിശാല മനസ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കവറുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വാങ്ങണം, മനസ്സിലായില്ലേ? നിങ്ങളെല്ലാവരും ഇത് വാങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വാങ്ങണമെന്ന് ഞാൻ നാളുണ്ടാവില്ല, എൻ്റെത് ഞാൻ ഇന്ന് തന്നെ കൊടുത്തിട്ട് മെല്ലെ ഇവിടുന്ന് പോകും. നിങ്ങളെല്ലാവരും ഇത് വാങ്ങിയിട്ട് നാളെ നിങ്ങൾ എന്ത് ചെയ്യണം? വരുമ്പോൾ നല്ല സംഖ്യകൾ നിക്ഷേപിച്ചിട്ട് നിങ്ങളെ ഉദ്ദേശങ്ങളൊക്കെ എന്താണ് അതൊക്കെ നിങ്ങൾ അതിൽ എഴുതി അറിയിച്ചാൽ നാളെ സമാപന സമയത്ത് ദുആ ഉണ്ടാവും ഇവിടെ വെച്ച്. ഞാൻ കവർ വാങ്ങി ഉദ്ഘാടനം ചെയ്യാണ്, കവർ കൊടുത്തു ഉദ്ഘാടനം ചെയ്യാൻ നാളെ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എൻ്റെ ഖബറിൽ കിടക്കുന്ന ഉപ്പായുടെ പേരിലാണ് നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മുടെ വാപ്പാർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ. സ്നേഹനിധിയായിരുന്നു വാപ്പ, അടിക്കൂലേന്നു. ഉമ്മ അടിക്കുകയൊക്കെ ചെയ്യും. ഉമ്മ അടിക്കുമ്പോഴും ഉമ്മാനോട് പറയും, എന്തിനാടി ഈ കുട്ടികളെ വെറുതെ വേദനാക്കണം? ഉമ്മക്ക് അടിക്കണ പോലും കാണാൻ പറ്റില്ല. എന്തിനാടി കുട്ടികളെ നീ എന്തിനായി വേദനാക്കണ എന്നിങ്ങനെ ചോദിക്കുമായിരുന്നു. റഹ്മുർറഹീമീനായ അല്ലാഹ് റബ്ബേ നീ ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരന്മാരായി നമ്മുടെ നാട്ടിലേക്ക് വന്നവരൊക്കെയും അത്ഭുതങ്ങൾ കാണിച്ചാണ് വിശുദ്ധ ദീനിനെ പരിചയത്. മമ്പുറന്തങ്ങളും അങ്ങനെയാണ് അല്ലേ? ഈ മമ്പുറന്തങ്ങൾ പിന്നുള്ള കാലത്തൊക്കെ അത്ഭുതം തന്നെയല്ലേ കാണിച്ചത്. ഒരിക്കൊരാൾ വന്നു, ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ വല്ലാത്ത തങ്ങളെ എൻ്റെ പശുവിനാരോ കട്ടുകൊണ്ട് പോയിട്ടുണ്ട്. ഈ തങ്ങൾ മമ്പുറത്ത് വന്നപ്പോൾ ആദ്യത്തെ വിഷയം പശു തന്നെ, പിന്നെ എടുക്കേണ്ട ഒരു വിഷയം പശു തന്നെ. തങ്ങളെ എൻ്റെ പശുവിനാരോ കട്ടുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ തങ്ങൾ പറഞ്ഞു, പോയി വയറിളക്കിക്കളാം. എന്താ പറഞ്ഞേ? വയറിളക്കിക്കളാം. ഇയാള് ഞാൻ പറഞ്ഞത് തങ്ങൾ കേട്ടിട്ടില്ല എന്നരി തങ്ങളോട് പറഞ്ഞു, തങ്ങൾ പാപ്പാ എൻ്റെ പശു എന്നെ ആരോ കട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്, എന്നോട് ഞാൻ പറഞ്ഞില്ല വയറിളക്കാണ്. രണ്ടും തമ്മിൽ എന്ത് വന്നു? മഹാനായ ഉമർ ഉസ്താദ് ദുആക്ക് നേതൃത്വം കൊടുക്കാനായി നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അർഹമുർറഹീമീനായ റബ്ബേ ഞങ്ങളുടെ ആലിമീങ്ങൾക്കെല്ലാം നീ ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അപ്പം എനിക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി, ജുമാക്ക് പോകാനുള്ള സമയമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. ഈ മലനാടിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞാൽ തീരുമോ? മലയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ അങ്ങനെ പറഞ്ഞാൽ തീരാൻ. ഇയാൾ പറഞ്ഞു തങ്ങളെ ഞാൻ എൻ്റെ പശുവിനെ കാണാനില്ല എന്നാ പറഞ്ഞത്. ആളെ പശുവിനെ കാണാനില്ല എന്നാ ഞാൻ പറഞ്ഞത്. മഹാനായ തങ്ങൾ അപ്പോൾ തങ്ങൾ പറഞ്ഞു, എടാ എന്നോട് വയറിളക്കാൻ പറഞ്ഞില്ലേ, എന്നെ പിന്നെയും ചോദിച്ചു. ഞാൻ ഈ സംഭവം അങ്ങനെ ഓർത്തിട്ട് ഖുർആനിൽ ഒരു ഓതുന്ന സമയത്ത് ഞാൻ അങ്ങനെ കണ്ടു, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഖൗമിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ബനൂ ഇസ്രായേലിൽ ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? ഈ മയ്യത്ത് ഈ കൊന്ന ആളൊരു വീട്ടിൽ മുമ്പ് കൊണ്ടുപോയിട്ട് ഈ മയ്യത്ത്, അതായത് ഒരു അയാളുടെ തന്നെ ജ്യേഷ്ഠന്റെ മകനാ കൊന്നത്, എളാപ്പാനെ കൊന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വല്യമ്മാനെ കൊല്ലണ ഇന്നത്തെ കാലത്ത് മാത്രമല്ല അന്നുണ്ട്. എളാപ്പാനെ കൊല്ലാൻ കാരണം എന്താ നിങ്ങൾ? എളാപ്പാക്ക് നല്ല സുന്ദരിയായൊരു മോളുണ്ട്. ഈ മോളെ കല്യാണം കഴിക്കും ചെയ്യണം, അയാളെ സ്വത്ത് മുഴുവനും ഇവൻ കിട്ടും ചെയ്യണം. ഇയാളാണെങ്കിൽ മരിക്കണമില്ല, അയാൾക്ക് ഭയങ്കര ദീർഘായുസ്. അപ്പോൾ അവന് തോന്നി അയാൾ മരിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ഞാൻ മരിക്കാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ട് തൽക്കാലം ഇവരെ കൊന്നിട്ടൊരു വീട്ടിൻ്റെ മുറ്റത്ത് കൊണ്ടുപോയിട്ടു. എന്നിട്ട് ഇയാൾ ഇങ്ങനെ ആർത്ത് കരയാൻ തുടങ്ങി, എൻ്റെ എളാപ്പാൻ ആരോ കൊന്നു എന്ന് പറഞ്ഞിട്ട്. ആളുകളെല്ലാം ആ വീട്ടുകാരെ പ്രശ്നമാക്കി, കുഴപ്പമായി, നാട്ടിലാകെ പ്രശ്നം, ഭയങ്കര കുഴപ്പം. ഇവര് പറഞ്ഞു ഞങ്ങളറിയില്ല. അവസാനം കൊലപാതകം നടത്തിയാളെ തിരിയാതെ ആളുകൾ ചെന്ന് മൂസാ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, മൂസേ നാട്ടിലാകെ കുഴപ്പം പ്രശ്നവും, ഈ കൊലപാതകം നടത്തിയ കുറ്റവാളി ആരാന്ന് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ പ്രശ്നം രൂക്ഷമാവും. അതുകൊണ്ട് അള്ളാഹിനോട് എന്ത് പറഞ്ഞാലും അള്ളാഹ് എനിക്ക് സാധിപ്പിച്ചു തരല്ലേ, ഈ കൊലപാതകം നടത്തിയ ആളാരാന്നുള്ളത് പറഞ്ഞു തരാൻ പറയണം നിന്റെ റബ്ബിനോട്. ഖുർആൻ ആ രംഗം ഉദ്ധരിക്കുന്നുണ്ട്. മൂസാ അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. മൂസാ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അവരോടൊരു പശുവിനെ അറുക്കാൻ പറയണേ. മൂസാ നബി അവരോട് പറഞ്ഞത് ഖുർആൻ ഉദ്ധരിക്കണ്ടേ, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹു ബഖറ, നിങ്ങളോട് അല്ലാഹു ഒരു പശുവിനെ അറുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവര് പറഞ്ഞു, മൂസേ ഞങ്ങൾ എന്നോട് പറഞ്ഞ കാര്യം ഒന്നാ, നീ ഞങ്ങളോട് പറഞ്ഞ വേറൊന്നാ, അതത്തഖിദുനാ ഹുസുവാ, നീ ഞങ്ങളെ കളിയാക്കാണോ എന്ന് ചോദിച്ചു. കണ്ടോ അള്ളാഹുവിന്റെ ഖുർആൻ എണ്ണിത്തരാൻ. മൂസാ അലൈഹിസ്സലാമിന് നേരെ കയർത്തവർ
അവർ പറഞ്ഞു, മൂസേ, നീ ഞങ്ങളെ കളിയാക്കുകയാണോ? ഞങ്ങൾ നിന്നോട് പറഞ്ഞത് ഈ കൊലപാതകം നടത്തിയ കുറ്റവാളിയെ കണ്ടെത്താനാ. നീ ഞങ്ങളോട് പറഞ്ഞത് അന്ന് റബ്ബിനോട് പറഞ്ഞു തരാനാ. നീ ഞങ്ങളോട് പറഞ്ഞത് പശുവിനെ അറക്കാൻ. രണ്ടും തമ്മിൽ എന്ത് ബന്ധമാണ് മൂസേ? പണ്ഡിതന്മാർ അവർ പരിഹസിച്ചു. നബി പറഞ്ഞൊരു പ്രവാചകനെ അവർ പരിഹസിച്ചു. എന്നിട്ട് റസൂൽ പറഞ്ഞൊരു കാര്യം ഉണ്ടെന്ന്, എനിക്ക് ശേഷം പ്രവാചകന്മാർ വരാനില്ല. ഉലമാ ഉമ്മത്തി അംബിയായി ബനീ ഇസ്രായേൽ, എൻ്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ തന്നെയാണ് എൻ്റെ സമുദായത്തിലെ പ്രവാചകന്മാരുടെ ബനൂ ഇസ്രായേലിലെ പ്രവാചകന്മാരുടെ സ്ഥാനത്താണവർ. നിങ്ങളെ ചിന്തിക്കണേ, ഞാൻ എത്ര അർത്ഥവത്താണ് ഹദീത്ത് പോലും എന്ന് ചിന്തിച്ചു പോവാം. പണ്ഡിതന്മാരെ പരിഹസിക്കുകയും അവരെ പൊട്ടിച്ചു ചൊല്ലുകയും ചെയ്യുന്ന ആളുകൾ ഞാൻ ഓർമ്മപ്പെടുത്താണ്. അതും ഉഖറവിയായ പണ്ഡിതനാവണേ. ഒരു പണ്ഡിതനെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, മസലുഹു കമസലിൽ കൽബ്, നായയാണ്. നമ്മൾ ആരെങ്കിലും ഇപ്പൊ ഉമ്മർ ഉസ്താദ് തന്നെ പെടുന്ന നിങ്ങളോടൊപ്പം നിങ്ങളൊക്കെ ആദരിക്കുന്നൊരു മഹാനല്ലേ, ഉമ്മർ ഉസ്താദ് തന്നെ ആ ഒരു രീതിയിൽ സംസാരിച്ച് ഞങ്ങൾ എന്താ പറയാ, ഉമ്മർ ഉസ്താദ് പറഞ്ഞത് മോശമായി. ഖുർആൻ പറഞ്ഞെന്താ അറിയോ? ഇൽമ കൊണ്ട് തമ്മാടിത്തരം കളിക്കുന്നവരെ അവരുടെ ഉദാഹരണം നായെ പോലെയാണ് എന്ന് ഖുർആൻ. ബൽഗം എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ താഴ്ന്നു പോയി. മൂസാ നബി അലൈഹി സ്വലാമിന് എതിരാണ് ദ്വായിരുന്നു. അപ്പൊ ദ്വാ കൊണ്ട് കളിക്കാൻ പാടില്ല. മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കാനുള്ള ദ്വാ ഉപയോഗിക്കേണ്ടത്, മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കാനുള്ള പ്രാർത്ഥന ഉപയോഗിക്കേണ്ടത് മുസ്ലിം ഉമ്മത്തിനെ ഒന്നിപ്പിക്കാനാണ്. ബൽഗം മൂസാ അലൈഹിസ്സലാമിനെതിരെ ദ്വാ അല്ലാഹു സ്ഥാനം എടുത്തു വലിച്ചെറിഞ്ഞത് മസലുഹു കമസലിൽ കൽബ്, അവൻ നായയാണ് എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞത്. ഇതൊക്കെ ഖുർആൻ എന്തിനു പറഞ്ഞു തന്നതാ? ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ട ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് മറന്നു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധം തരട്ടെ. ഞാൻ കളി തമാശ പറയില്ല, ഖൗമിനെ ഭിന്നിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. എല്ലാ സ്ഥലങ്ങളിലും പോയി പള്ളികൾ നിർമ്മിക്കുകയില്ല, മുസ്ലിം മഹല്ലുകളും നടുകെ പുലർക്കുകയില്ല, മുസ്ലിം ഉമ്മത്തിന്റെ അടുത്ത് വരുന്ന ഖൽബിനെ ഛിന്ന ഭിന്നമാക്കുകയല്ല ചെയ്യേണ്ടത്. അതിന് മുമ്പിൽ ശത്രു പോലും അവർക്ക് മിത്രമാണ്. ഇസ്ലാമിന്റെ ബദ്ധവൈരികൾ പോലും അവർക്ക് മിത്രമാവുക എന്തിന്റെ പേരിലാണ്? ഇതിനെന്താ മലയാളത്തിലെ ഭാഷയിൽ പറയാ? റഹ്മുർ റഹീമായ റബ്ബേ, മുസ്ലിം ഉമ്മത്തിനെ നീ ഒന്നിപ്പിച്ചു തരണേ അല്ലാഹ്, നീ ഒന്നിപ്പിച്ചു തരണേ റബ്ബേ. എപ്പോഴും ദുആ ചെയ്യേണ്ടതാണ് നമ്മൾ. അല്ലാഹുവേ, ഖൽബുകളെ നീ വിളക്കി ചേർക്കണേ അല്ലാഹ്. പെരുന്നാൾ 2 മറന്നുപോയിട്ടുണ്ടോ മുസ്ലിം ഉമ്മത്ത്? പെരുന്നാൾ 2, ജുമാ 2, പെരുന്നാൾ നിസ്കാരം 2. വാപ്പ പോകുന്നത് പള്ളിയിലേക്ക്, മകൻ പോകുന്നത് വേറെ പള്ളിയിലേക്ക്. ആരുണ്ടാക്കി തീർത്ത ആ സമുദായത്തിന്റെ ഈ ദുർഗതി ആരുണ്ടാക്കി തീർത്തതാണ്? നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വേദനയോടെ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹല്ലുകളിൽ എല്ലാ മഹല്ലിലും കുഴപ്പമാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നോക്കുമ്പോൾ മുഴുവൻ മഹല്ലുകളിലും കുഴപ്പം. എന്തിന്? ആരുടെ പേരിൽ ഈ കുഴപ്പമുണ്ടാക്കുന്നത്? ആരുടെ പേരിലാണ് ഈ കുഴപ്പം? എന്തിനാ മുസ്ലിം ഉമ്മത്തിന് നടുകെ പുലർക്കുന്നത്? എന്തേ മരിക്കാനുണ്ട് എന്ന ബോധമില്ലേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസ് കണ്ടിട്ടില്ലേ? മുസ്ലിം ഉമ്മത്തിനെ ഒരുമിച്ച് നിർത്തുകയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ഐക്യത്തോടെ നിൽക്കുമ്പോഴാണ് അല്ലാഹുവിന് നിങ്ങളോട് ഉത്തമെന്ന ഹദീസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? 3 കാര്യം അതല്ലാ, നിങ്ങൾ ആ 3 കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ അല്ലാഹുക്ക് നിങ്ങളോട് വല്ലാത്ത ഇഷ്ടമാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി വേദന കൊണ്ട് പറയാം, മുഴുവൻ മഹല്ലിലും അടിയാണ്, എല്ലാ മഹല്ലിലും അടി. നിങ്ങൾക്കറിയോ, എൻ്റെ നാടിൻ്റെ അടുത്ത് 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഒരു സ്ഥലമുണ്ട്. അവിടെ പണ്ട് കാലത്ത് മഹാന്മാരുണ്ടാക്കിയ പള്ളി അടച്ചു പൂട്ടിയിട്ട് പള്ളിൻ്റെ പറമ്പിൻ്റെ തൊട്ടപ്പുറത്തുള്ള പറമ്പിൽ ഷെഡ് കെട്ടിയിട്ടാണ് നിസ്കരിക്കുന്നത്. ഷെഡ് കെട്ടിയിട്ട് ഇത് ദീനാ? ഇതാണോ ദീൻ? കുഴപ്പമുണ്ടാക്കിയിട്ട് പള്ളി പൂട്ടിയിട്ട് എഴുത്തിക്കാതിരിക്കാൻ പോലെ നിർവാഹമില്ല. ഷെഡ് കെട്ടിയിട്ട് നിസ്കരിക്കുകയാണ് പറമ്പിൽ. അതുവരെ അതിന് മുമ്പ് വരെ പശുവിനെയും പോത്തിനെയും കൊണ്ടുപോയി കെട്ടിയിട്ടിരുന്ന പറമ്പിൽ പോയിട്ട് നിസ്കരിക്കുക ദീനാണ്? പറയാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, നമ്മുടെ വാക്കും പ്രവൃത്തിയും ഈ ഉമ്മത്തിനെ ഒന്നിപ്പിക്കാനാവട്ടെ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ചോനെ, നീ ഒരുമ നൽകണേ റബ്ബേ, ഐക്യം നൽകണേ റബ്ബേ. അല്ലാഹുവിന്റെ തൃപ്തിയല്ലാതെ മറ്റൊന്നും ഇതുകൊണ്ട് കാക്ഷിക്കുന്നില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വേദന കൊണ്ട് പറയാ, കണ്ട് സഹിക്കാനും കഴിയുന്നില്ല. പള്ളി പൂട്ടിയിട്ട് അതിന്റെ തൊട്ട് മുമ്പ് ആഴ്ച വരെ പോത്തിനെയും പശുവിനെയും കെട്ടിയിട്ടിരുന്ന പറമ്പിൽ ഷെഡ് കെട്ടി നിസ്കരിക്കുകയാണ്. അള്ളാന്റെ അദാബ് നമ്മളെ തലക്ക് മീതെയല്ല ഇറങ്ങിയതെങ്കിൽ പിന്നെ ആരുടെ തലക്ക് മീതെ ഇറങ്ങാനാ?
അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആനക്കാർ അല്ലാഹു മേൽഭാഗത്ത് നിന്ന് തീക്കട്ട കൊണ്ട് എറിഞ്ഞൊരു സംഭവം ഖുർആൻ പറയുന്നുണ്ട്. നമ്മളത് വെറുതെ ചരിത്രം വായിച്ചു പോകാൻ വേണ്ടി അല്ലാഹ് പറഞ്ഞെന്നല്ലേ. ആ സംഭവം നമ്മൾ ചെയ്ത കഅബ പൊളിക്കാൻ വേണ്ടി വന്ന ആളുകളെയായിരുന്നു അല്ലാഹു അങ്ങനെ ചെയ്തത്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, കഅബക്ക് പകരമായി പാരയായി യമനിൽ പള്ളി നിർമ്മിച്ച കഅബക്ക് പാരയായി ഭവനമുണ്ടാക്കിയ രാജാവ് അബ്രഹത്ത് കഅബ പൊളിക്കാൻ വന്നു. എന്തിന്? തന്റെ പള്ളിയിലേക്ക് ആളുകളെ തിരിച്ചുവിടാൻ. പള്ളി ഉണ്ടാക്കുക, ജുമാക്ക് ബിരിയാണി വെച്ച് വിളമ്പാ ആൾക്കാരെ കിട്ടാൻ, മഹല്ലിനെ ചിന്ന ഭിന്നമാക്കുക. ഇതൊന്നും നന്നല്ലേ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആര് ചെയ്താലും നന്നല്ലേ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ആര് ചെയ്താലും നന്നല്ലേ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ, മുസ്ലിം ഉമ്മത്തിനെ ശത്രുക്കളുടെ ആലയിൽ കൊണ്ടുപോയി കെട്ടിക്കൊടുക്കുന്നത് വിനോദത്തിന്റെ പേരിൽ നല്ലതല്ലേ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുക. ഈ വെള്ളിയാഴ്ച അല്ലാഹുവിന് വേണ്ടിയാണ് ഈ വാക്ക് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എന്ത് സംഭവിച്ചാലും അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ലല്ലോ. അർഹമുർ-റഹീമീനായ റബ്ബേ, നീ ബോധം തരണേ അല്ലാഹ്. വാപ്പയും മക്കളെയും തമ്മിൽ വേർപിരിച്ചു, എല്ലാവരും പല വഴിക്കാ. അല്ലാഹുവേ, ഉമ്മത്തിനെ നീ ഒന്നിപ്പിക്കണേ റബ്ബേ. ഒരു മഹല്ലിൽ തന്നെ വന്ന് നോക്കിയാൽ നിസ്കരിക്കാൻ കയറണമെങ്കിലും കൺഫ്യൂഷൻ ആകാം, ഇതിലാ കയറേണ്ടിയത്. മഹാനായ മുൻപറും സയ്യിദ് അലവി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഞാൻ അവസാനിപ്പിക്കുന്നു ഈ സംഭവം പറഞ്ഞിട്ട്. മഹാനായ ഉമർ ഉസ്താദ് ദുആക്ക് വേണ്ടി നേതൃത്വം നൽകാൻ പോവുകയാണ്. അല്ലേ, സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ചെലവഴിക്കേണ്ട എത്രയോ പണം കേസ് കൂടാൻ ചെലവഴിക്കുകയാണ്. ചോദിച്ചു നോക്കി നിങ്ങൾ. സമസ്തയുടെ സെക്രട്ടറിയായ നിങ്ങളുടെ ഖതീബായ ഈ മഹല്ലത്തിന്റെ ഖാദിയായ ഉസ്താദിനോട് ചോദിച്ചു നോക്ക്. ഇതിന്റെ പേരിൽ അല്ലാഹുവേ, മുസ്ലിം ഉമ്മത്തിന് ബോധം കൊടുക്കണേ അല്ലാഹ്, ബോധം കൊടുക്കണേ റബ്ബേ, സ്നേഹത്തിലാക്കണേ അല്ലാഹ്, ഒരുമയിലാക്കണേ റബ്ബേ, പണ്ഡിതന്മാർക്കിടയിൽ നീ ഐക്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അറിവില്ലാത്തതിന്റെ പേരിൽ ചെയ്തു പോയതൊക്കെ നീ പൊറുക്കണേ അല്ലാഹ്, പൊറുക്കണേ റബ്ബേ. ഏതായാലും മൂസാ നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, നിങ്ങൾ പശുവിനെ അറുക്കണം എന്നാ അല്ലാഹ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, മൂസ നീ ഞങ്ങളെ കളിയാക്കാണോ? മൂസാ അലൈഹി സ്വലാം പറഞ്ഞു, എന്താ നിങ്ങൾ പറഞ്ഞത്? അതത്തഖിദുനാ ഹുസുവ ഖാല അഊദു ബില്ലാഹി അൻ നകൂന മിനൽ ജാഹിലീൻ. കളിയാക്കാന്നൊക്കെ പറഞ്ഞ ജാഹിലീങ്ങളെ പണിയല്ലേ? ഞാനത് ചെയ്യാന്നോ നിങ്ങൾ വിചാരിക്കണത്? ഉണ്ടോ? കളിയാക്കാന്നൊക്കെ പറഞ്ഞ ജാഹിലീങ്ങളെ പണിയാണ്. അത് ഞാൻ ചെയ്യേ? ആലിമ് ചെയ്യുകയോ കളിയാക്കുകയോ ഞാൻ ജാഹിലാണോ? മൂസാ അലൈഹിസ്സലാം ചോദിച്ചു. മൂസാ നബി പറഞ്ഞു, പശുവിനെ അറുക്കാൻ പറഞ്ഞു. മൂസാ നബിനെ കുറെ സ്വീപ്പാക്കി. അവസാനം ഒരു പശുവിനെ അറുത്തു. നമ്പറം തങ്ങളോട് വന്നിട്ട് തങ്ങളെ എൻ്റെ പശുവിനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, വയറിളക്കി കാണാം. ഇയാൾ വിചാരിച്ച് തങ്ങൾ ഞാൻ പറഞ്ഞ കേട്ടിട്ടില്ല. തങ്ങളോട് പറഞ്ഞു, തങ്ങളെ ഞാൻ എൻ്റെ പശുവിനെ കാണാനില്ല എന്നാണ് പറഞ്ഞത്, എന്നോടല്ലേ ഞാൻ വയറിളക്കാൻ പറഞ്ഞതെന്ന് വെച്ചു. ഇയാൾ എന്തും തിരിഞ്ഞില്ല. ഇയാൾ അങ്ങനെ തന്നെ വീട്ടിൽ പോയി. തങ്ങൾ പാപ്പ ഏതായാലും വയറിളക്കാൻ പറഞ്ഞതല്ലേ, അവർ വയറിളക്കി. അന്ന് രാവിലെ വയറിളക്കി. പിന്നെ ഈ ഒരു 10 മണിയായാലും ഒരു ഉപ്പിട്ട കഞ്ഞി കുടിക്കൂലേ? അങ്ങനല്ലേ? ഇല്ലേ, അങ്ങനെ കുടിക്കൂലേ? പിന്നെ വയറിളക്കണേ തിരിയണ്ടേ? മാസത്തിലൊരിക്കൽ വയറിളക്കാൻ നല്ലതാണ്. അതും വയലിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ബാപ്പുട്ടി ഹാജി മഹാനവറുകൾ പറയുന്നു, ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, മാസത്തിൽ ഒരിക്കൽ വയറിളക്കൽ നല്ലതാണ്. എന്താ കാരണം? നമ്മളിങ്ങനെ പലതും അടിച്ച് തിന്നണല്ലേ, അപ്പോൾ ആ വിഷാംശങ്ങളൊക്കെ ഇതിൽ പോകുന്നു. ഏതായാലും ഇയാൾ വയറിളക്കി ഒരു 10 മണി ഉപ്പിട്ട കഞ്ഞൊക്കെ കുടിക്കുമ്പോഴാണ് പിന്നെ ആ വയറിളക്കം സ്റ്റോപ്പാകും. ഇയാൾ കഞ്ഞൊക്കെ കുടിച്ച് ഇയാൾ വയറിളക്കൊക്കെ മാറിയെന്നൊക്കെ കരുതി ഇയാൾ പിന്നെ എങ്ങോട്ടോ പോകാൻ വേണ്ടി ബസ് കയറിയത്. ബസ് കയറിയിട്ട് ബസ് കുറച്ചാണ്ട് പോയപ്പോൾ കണ്ടാണ് ഇയാളെ വയറിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തറാത്തി വേണോന്നറിയില്ല, മൗലിദാന്നറിയില്ല, കുത്തുബേത്താന്നറിയില്ല, എന്തൊക്കെ ഒരു തകരാറ്. ഇയാൾക്ക് തോന്നി അടുത്ത സ്റ്റോപ്പിൽ പോലും ബസ് എത്തല്ലാവില്ല. ഇയാളെ ക്ലീനറോട് ചെന്ന് പറഞ്ഞു, ചങ്ങായി ഒന്ന് മെല്ലെ ഇപ്പം അടിച്ചു തരണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ബസ്സൊക്കെ പ്രശ്നമാവും, നിങ്ങൾക്ക് പണി കൂടും. ഇയാൾ പറഞ്ഞു, വല്ലാതെ വയറ്റെന്ന് പോകാൻ തോന്നുന്നുണ്ട്, ഒന്നടിച്ചു തരും. അയാൾ അടിച്ചു. ഡ്രൈവർ നിർത്തിയില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു, സ്റ്റോപ്പാക്കുന്നതാണ്, പരശ്ശേരി പറയാൻ പറ്റില്ലല്ലോ. ഇയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയത് ഒരൊറ്റ ഓട്ടോ ഒരു കാട്ടിൻ്റെ ഉള്ളിലേക്ക്. ഇയാളിങ്ങനെ മറക്കിയിരുന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് മൂപ്പര പശു ഇങ്ങനെ പുല്ലിങ്ങനെ തിന്നണം. അപ്പോൾ കട്ട് കൊണ്ടുപോയവന് കെട്ടിയിട്ടതാണ്. തങ്ങൾ പറഞ്ഞത്, പശുവിനെ കാണാനില്ല തങ്ങളെന്ന് പറഞ്ഞപ്പോൾ വയറിളക്കി കാണാം. ഹറാമത്തുകൾ കാണിച്ചിട്ടാണ് പഴയ കാലത്ത് നമ്മുടെ മഹാന്മാർ ഈമാൻ ജനങ്ങളിൽ ഉണ്ടാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വഴി നിലനിർത്തിയും പിന്തുടർന്നും പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ മമ്പുറം തങ്ങൾ മലപ്പുറത്തൊരു സ്ഥലമുണ്ട്, തായക്കോട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. തായക്കോട് എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഒരു പള്ളിയുണ്ട്, തങ്ങളുടെ കാലത്ത് ഉണ്ടാക്കിയ പള്ളിയാണ്. ആ പള്ളിയിൽ ഇപ്പോഴും ഉണ്ട്, അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്നു. ഈ തങ്ങൾ മൗലിദ് ഓതുന്ന സമയത്ത് വിരിക്കാൻ വേണ്ടി കൊടുത്തേച്ചൊരു വിരിപ്പും ഒരു വടിയും
തങ്ങളുടെ ഒരു വടിയുണ്ട് ആ പള്ളിയിൽ, ഒരു വിരിപ്പുണ്ട്. മൗലിദ് ഓതുമ്പോൾ വിരിക്കാൻ വേണ്ടി തങ്ങൾ കൊടുത്തേച്ച മമ്പറത്ത് തങ്ങൾ. ഈ തങ്ങൾ ഏതാണ് ആ വഴി എന്ന് ആലോചിക്കണം നിങ്ങൾ. ഈ തങ്ങൾ കൊടുത്തേച്ചത്. നമുക്കൊക്കെ മൗലിദ് ഓതുമ്പം തന്നെ ഇനിയിപ്പോൾ അത് തെറ്റില്ലെങ്കിലും എന്തിനാപ്പോൾ അത് ഓതണോ, കൺഫ്യൂഷനിലൊരു സാധനമല്ലേ നമ്മൾ ചോദിക്കും. അങ്ങനല്ലേ? വീട്ടിൽ കൂടുന്ന സമയത്ത് രാവിലെ ഒരു ബദർമൗലിദ് കഴിക്കല്ലേ എന്ന് വെച്ചാൽ അതിപ്പോൾ വേണ്ട, ഞാൻ പിന്നെ കഴിച്ചുകൊണ്ടെന്ന് പറയും. എന്താ ഓന് അതിനെ എതിരൊന്നുമല്ല, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും അതങ്ങനെ അതിൽ ശിർക്കുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു കൗമുണ്ടല്ലോ. ഇതിനപ്പം ഈ സംശയമുള്ള ചെയ്യാൻ പോകണമെന്ന് അവൻ ചോദിക്കണം എന്ന് പറഞ്ഞാൽ ഓനെ ഈമാൻ ഉറച്ചിട്ടില്ല. അതാണ് ഇതിനർത്ഥം, അവൻ്റെ ഈമാൻ ഉറച്ചിട്ടില്ല എന്നാണ്. ഈ മമ്പുറം തങ്ങൾ മൗലിദ് ഓതുമ്പം വിരിക്കാൻ വേണ്ടി കൊടുത്തയച്ച ഒരു വിരിപ്പ് തായക്കോട് പള്ളിയിൽ ഉണ്ട്. എന്താ നമ്മുടെ പാരമ്പര്യം? ആ പാരമ്പര്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മഹോന്നതരായ നേതാക്കൾ നിലനിർത്തിയത്. എല്ലാവരെ കുറിച്ച് പറഞ്ഞാലും തീരെ, നമുക്ക് പാണക്കാട്ട് കുട്ടികളെ കുറിച്ച് പറഞ്ഞാൽ തീരും. നിങ്ങൾക്കറിയാം, ഞങ്ങളോട് പറഞ്ഞോന്നറിയില്ല, എൻ്റെ അമ്മ പറ്റ അവശയായി കടന്നുപോയിരുന്നു. നടുവേദനയായിട്ട് പറ്റ അവശയായി കടന്നുപോയി. പറ്റ അവശയായി കടന്നു വന്ന സ്വന്തം കാര്യം പോലും ചെയ്യാൻ കഴിയില്ല. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു. സ്വന്തം കാര്യം പോലും ചെയ്യാനും കഴിയുമായിരുന്നില്ല. ഞങ്ങൾ മക്കൾ മാറി മാറി നിൽക്കലായിരുന്നു ഉമ്മായിയുടെ അടുത്ത്. പക്കന്മാരൊക്കെ അങ്ങനെ ഷിഫ്റ്റായി നിൽക്കും ഉമ്മായിയുടെ അടുത്ത്. 2 മാസത്തോളം പറ്റ കടന്നുപോയി. കോഴിക്കോട് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ അല്ലാതെ വേറെ വഴിയില്ല, നടുവിൻ്റെ എല്ല് പറ്റേ തെറ്റിപ്പോയതാണ്, അത് ഓപ്പറേഷൻ ചെയ്ത് വിളക്കി ചേർക്കൽ മാത്രം വഴി. ഞങ്ങൾ പലരെയും കാണിച്ചവരൊക്കെ പറഞ്ഞ അഭിപ്രായം അതാണ്. പക്ഷെ ഓപ്പറേഷൻ ചെയ്ത ചില ആളുകളെ ഞങ്ങൾ കണ്ടു, അന്വേഷിച്ചപ്പോൾ ഒരു 60% ആളുകൾക്കും വിജയിച്ചിട്ടില്ല. 40% ആളുകളെ വിജയിച്ചു. പേടിയായി, എന്തു ചെയ്യണം എന്നറിയാതെ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഈസനോട് ഉമ്മ ചോദിച്ചടാ, അങ്കിന്നെ പാണക്കാട്ടൊന്ന് കൊണ്ടുപോകാൻ കഴിയുമെന്ന് വെച്ചു. ഉമ്മാക്ക് നടക്കാൻ പോലും കഴിയില്ലെന്ന്. ഒരടി വെക്കുമ്പോൾ ഇങ്ങനെ കരയും വേദന കൊണ്ട്. താങ്ങിയെടുത്താണ് വണ്ടിയിൽ ഞങ്ങളെ കയറ്റിയത്. പാണക്കാട്ട് ചെന്നു. തങ്ങൾ കണ്ടപാട് എന്നോട് പറഞ്ഞു, ഞാൻ തങ്ങൾ പാപ്പാനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, ഓപ്പറേഷൻ ചെയ്യണോ ചെയ്യണ്ടേ? തങ്ങൾ പാപ്പ ചെയ്യണമെന്ന് ഞാൻ ചെയ്യും, ചെയ്യണ്ടെന്ന് ഞാൻ ചെയ്യൂല. ഞാനിങ്ങനെ ആലോചിക്കുക, എൻ്റെ അമ്മാൻ്റെ ഈമാൻ പോലും എനിക്കില്ല. തങ്ങൾ പാപ്പ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും, തങ്ങൾ പാപ്പ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യൂല. തീരുമാനം ചോദിക്കാൻ ഞാൻ പാണക്കാട്ട് പോകണം, നിന്നെ കൊണ്ടുപോകുന്ന ചോദിച്ചെന്നോട്. നമ്മൾ ആ തിരക്കിൽ ചെന്ന ആ തങ്ങളെ നമ്മളോട് ബുദ്ധിമുട്ടിക്കണ്ടായിട്ട് നമ്മളെ കാര്യത്തിന് തന്നെ പോക്കണം. ഉമ്മ പറഞ്ഞങ്ങനെ പോകാതിരിക്കാൻ ഞാൻ പറഞ്ഞു, ആ സമയമുണ്ട്. പാണക്കാട്ട് ചെന്നപ്പോ തങ്ങളെ കണ്ടപ്പോ എന്താ പോകുന്നത്? ഞാൻ പറഞ്ഞു, തങ്ങളെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് കരുതിയിട്ടാ പലപ്പോഴും ഇങ്ങോട്ട് വരാത്തത്, നിങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. അപ്പം എന്നോട് ചുമ്മ എവിടെ? ഞാൻ പറഞ്ഞു, അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടമ്മയെ. തങ്ങൾ കുറേ നേരം കഴിഞ്ഞ് ഉമ്മയോട് സംസാരിച്ചു. തിരിച്ചെൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യണ്ട, ഉമ്മാനപ്പോ ഓപ്പറേഷൻ ചെയ്യണ്ട. ഓർത്തോക്ക് പഠിച്ചിട്ടില്ല തങ്ങൾ. മഹാനായ തങ്ങൾ ഓർത്തോക്ക് പഠിച്ച ആളല്ല. അതൊക്കെ ചില വാക്കാണ്, ചില കണ്ണാണ്. ആ കണ്ണുകൊണ്ട് നോക്കിയാൽ ചിലത് കാണാൻ കഴിയും, അത് ഡോക്ടർക്ക് കാണാൻ കഴിയില്ല. സ്കാനിങ്ങിൽ പതിയില്ല, അത് MRIയിൽ പതിയില്ല. അതങ്ങനെയുള്ള പേപ്പറിലൊന്നും പതിയാത്തതാണ്. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയാന തറമല യറഹുന്നാദിറുന. അത് ചില കണ്ണുകൊണ്ട് നോക്കിയാൽ അല്ലാഹു കാണിച്ചു കൊടുക്കുന്നതാണ്. ഞാൻ എന്തിനാ വേറെ ലോൻ അനുഭവം പറയുന്നത്? ഈ തങ്ങളുടെ ഉപ്പയായ പൂക്കോയ തങ്ങളെ കുറിച്ച് പറയണ്ടാകും പലർക്കും. പൂക്കോയ തങ്ങളെ കുറിച്ച് എന്തൊക്കെ വയനാട്ടിൽ തങ്ങൾ പോയപ്പോഴല്ലേ പൂക്കോയ തങ്ങളെ ഒന്ന് വഷളാക്കണം എന്ന് കരുതിയിട്ട് തങ്ങളെ എതിർക്കുന്ന ഒരാൾ പാണക്കാട്ടെ കുട്ടികൾ ആരാണെന്ന് മനസ്സിലാക്കാൻ നല്ലതാണ്. പാണക്കാട്ടെ കുട്ടികൾ ആരാണ് എന്ന് മനസ്സിലാക്കാൻ ഇത് നല്ലതാണ്. പൂക്കോയ തങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ ഇയാൾ മഷി കുടഞ്ഞു. തങ്ങളതിൽ ഇരുന്നു. നീച്ചു നോക്കുമ്പോൾ തങ്ങളുടെ കുപ്പായത്തിന്റെ വേക്കിലൊക്കെ മഷിയായിട്ടുണ്ട്. വഷളാക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇന്ന ആളാ ചെയ്തത്. ആളുകൾ കയർക്കാൻ തുടങ്ങിയപ്പോൾ തങ്ങൾ പറഞ്ഞു, ഒന്നും പ്രശ്നമാക്കണ്ട, ഓനെന്തോ ചെറിയ മാനസിക അസ്വസ്ഥത കൊണ്ടിട്ടും ചെയ്തു പോയതാവും. പിന്നെ അയാൾ മരിക്കുന്നവരെ ഭ്രാന്തനായിരുന്നു അയാൾ. വയനാട്ടിലാണ് ഈ സംഭവം. പേരും നാടും ഞാൻ പറയാത്തത് ആ കുടുംബത്തിന് മോശം വേണ്ട എന്ന് കരുതിയാണ്. പൂക്കോയ തങ്ങളെ കുട്ടിയുക്തി ഈ പറയുന്ന തങ്ങളുടെ മഹാനായ വലിയ തങ്ങളുടെ ഒക്കെ പിതാവിനെ കുറിച്ച് എന്തൊക്കെ പറയാറുണ്ട്, വലിയ കറാമത്തുകൾ. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് എന്തൊക്കെ പറയാറുണ്ട്. എന്റെ നാട്ടിലുണ്ട് താഷ്കന്റെ അബ്ദുഹാജി എന്ന് പറയുന്ന ഒരാൾ. താഷ്കന്റെ അബ്ദുഹാജി കോഴിക്കോടുണ്ട്, ഒരു ഹാർട്ടിന്റെ സ്പെഷ്യലിസ്റ്റ്. എന്താ ഖാദർ മുനിയോ എന്നല്ല പേര്?
ഖാദർ മുനീർ ഹാർട്ടിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. ഇയാൾക്ക് ബ്ലോക്ക് വന്ന് ഓപ്പറേഷൻ ചെയ്ത് ചികിത്സിക്കാൻ വേണ്ടി പോവാം. ഇയാൾ പറഞ്ഞു വലിയ ബ്ലോക്ക് ഉണ്ട്, ഓപ്പറേഷൻ ചെയ്യണം. ഇയാൾക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പേടിയും. ഇയാളെ മഹാനായ വലിയ തങ്ങളുടെ അടുത്ത് ചെന്നു. തങ്ങളോട് കാര്യമൊക്കെ പറഞ്ഞപ്പോൾ തങ്ങളാടെ ഇരുത്തിയിട്ട് വീട്ടിൻ്റെ അകത്ത് പോയി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന ഇലെന്തൊക്കെ ഊതിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുടിച്ചാലേ. ഖാദർ മൊയ്തീൻ ഹാർട്ട് ഓപ്പറേഷന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞ സമയം ദിവസം ഇയാൾ അഡ്മിറ്റ് ആയിട്ട് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ബ്ലോക്ക് തന്നെ ഇല്ല. ഇയാൾ ചോദിച്ചു നിങ്ങൾ എന്തേ ചെയ്തിരുന്നത്? ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ പാണക്കാട് തങ്ങളുടെ അടുത്ത് പോയിട്ട് തങ്ങൾ എനിക്ക് വെള്ളം മന്ത്രിച്ച് തന്നിരുന്നു എന്നാ പറഞ്ഞത്. മഹാനായ ഹൈദരലി തങ്ങൾ പറഞ്ഞു ഓപ്പറേഷൻ ഇപ്പൊ ചെയ്യണ്ട. നമുക്കറിയോ പിഞ്ഞാൻ എഴുതാന്നോ? ഇവിടെ എന്താ ഇതിന് പറയല്? ഈ പ്ലേറ്റിൽ എഴുതിയിട്ട് കുടിക്കണേന് എഴുത്തിയിൽ എഴുതി കുടിക്കുക. എന്റെ നാട്ടിൽ പിഞ്ഞാനം എഴുതാന്ന് പറയും. 2-3 ആയത്തുകൾ എഴുത്തിയിൽ എഴുതി കുടിക്കാൻ പറഞ്ഞു. രണ്ടാമത്തെ തവണ ചെന്നപ്പോ ഫാത്തിഹയും എഴുത്തിയിൽ എഴുതി കുടിക്കാൻ പറഞ്ഞു എന്ന് എന്റെ ഉമ്മ സുന്ദരമായി എഴുന്നേറ്റ് നടക്കും. എന്റെ പ്രിയപ്പെട്ട മാതാവ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ക്യാമ്പസിൽ തുടങ്ങി എല്ലാ വഅദിനും ഉമ്മ പോയിട്ടുണ്ട്. ഇന്നലെ വരെ ഉമ്മ ആ വഅദിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ദാറുദയിൽ പരിപാടിക്ക് പോകണം. ആദ്യത്തെ വഅദ് തുടങ്ങണത് ഉമ്മ രാവിലെ തന്നെ നീച്ച് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഉമ്മങ്ങളും കേട്ടാ എന്നോട് വഅദ് കേൾക്കാൻ. ഞാൻ പറഞ്ഞു ഉമ്മങ്ങൾ നീച്ചെടുക്കാൻ തുടങ്ങുമ്പോഴേക്ക് വഅദ് കേൾക്കാൻ പോയാൽ ഇനിയും ആ വേദന വരില്ലോ, കടന്നു പോവല്ലോ. ആ ഒന്നു പറയണ്ട, എനിക്കിപ്പോ നല്ല ഉഷാറുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. എനിക്കിപ്പോ നല്ല ഉഷാറുണ്ട് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് എഴുതിയിട്ട് അത് പിഞ്ഞാണം എഴുത്തിയിൽ എഴുതി കുടിച്ചിട്ട് നടുവേദനയായ ഒരാൾ എഴുന്നേറ്റ് നടന്നുവെന്ന് ഞാൻ എന്റെ വീട്ടിന്റെ അകത്തെ സംഭവം പറഞ്ഞത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരക്കാരായി മലമടക്കുകളുള്ള ഈ നാട്ടിലേക്ക്, മലകൾ തിറഞ്ഞു നിൽക്കുന്ന ഈ നാട്ടിലേക്ക് വന്നവരെല്ലാം കറാമത്തിലൂടെയാണ് പരിശുദ്ധമായ ദീനിന്റെ പ്രബോധകരായത്. അല്ലാഹുവേ നീ ഞങ്ങളെ ഖബൂൽ ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ ദോഷങ്ങൾ നീ പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ അവരൊക്കെ പ്രബോധനം ചെയ്ത ദീനിന്റെ പിൻതലമുറക്കാരാവാ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഒരു സഹോദരി ഒരു സ്വർണ്ണാഭരണം നമ്മളെ സ്ഥാപനത്തിന് വേണ്ടി തന്നിട്ടുണ്ട്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. 2 കവറും ഗൾഫിൽ പോകാൻ പ്രയാസപ്പെടുന്നൊരു സഹോദരൻ്റെ സദഖ തന്നിട്ടുണ്ട്. ഉമർ ഉസ്താദ് ഇൻഷാ അല്ലാഹ് ദുആയിൽ ഉൾപ്പെടുത്തും. സ്ഥാപനത്തിന് വേണ്ടി ഒരു സംഭാവന. ഒരു സഹോദരി സ്വർണ്ണാഭരണം കൊടുത്തേച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് തന്ന കവറിലൊക്കെ നാളെ നമ്മളെ ഈ പരിപാടിയുടെ വിജയത്തിന് പൊന്നും വെള്ളിയും പൈസയും എന്തായാലും കുഴപ്പമില്ല എല്ലാം ഇട്ടിട്ട് നിറച്ചു കൊടുത്തേക്കണം. നമ്മളെ ഈ പ്രവർത്തനം വ്യാപിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വൈകാതെ തന്നെ പാനൂര എടുക്കുന്ന സ്ഥലം എടുത്തിട്ട് ആ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ഒരു പ്രവർത്തന കേന്ദ്രം തുടങ്ങാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതൊക്കെ നിങ്ങൾ എന്നോ തുടങ്ങേണ്ടതാണ്. ഉമ്മർ ഉസ്താദൊക്കെ നിങ്ങളെ കുപ്പുണ്ടാവുമ്പോൾ ഉസ്താദ് സമസ്തയുമായി ബന്ധപ്പെട്ടൊരു മഹാൻ, അതേപോലെ പാലത്തായി മൊയ്തു ഹാജി, സൂപ്പി ഹാജി, എല്ലാ പ്രഗത്ഭരായ ആളുകൾ നിങ്ങളുടെ നാട്ടിലുണ്ട്. സമസ്തക്ക് നമ്മളെ നാട്ടിൽ ഒരു ആസ്ഥാനം വേണം പ്രവർത്തനത്തിനൊക്കെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ മഹാന്മാരായ ആലിമികളും തങ്ങന്മാരൊക്കെ പോകുമ്പോൾ ഈ വഴിക്ക് പോകുമ്പോൾ കയറിയിരിക്കാനും അവർക്ക് വിഷയങ്ങളൊക്കെ സമൂഹത്തിൻ്റെ ചോദിക്കാനും പ്രശ്നപരിഹാരം ഉണ്ടാക്കാനും എല്ലാത്തിനും ഒരു സംവിധാനം നമുക്ക് ആവശ്യമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു വഴികാതെ തുടങ്ങാൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഭാര്യ പിണങ്ങിപ്പോയിട്ടുണ്ട്. ഇന്നലത്തെ വേല കേട്ടിട്ട് ഓല് തിരിച്ചു വന്നിട്ടില്ല എന്ന് തോന്നുന്നല്ലേ? ഇവിടെ ഇല്ലേ? ആയിക്കോട്ടെ. ഓല് തിരിച്ചു വരാൻ കൂട്ടാക്കുന്നില്ല. ഈ ഭർത്താവ് ഭയങ്കര മാനസിക പ്രയാസത്തിലാണ്. അല്ലാഹു അവരെ ഖൽബ് തമ്മിൽ യോജിപ്പിച്ചു കൊടുക്കട്ടെ. പഠിച്ചോനെ ഈ രാവിന്റെ മഹത്വം വിചാരിച്ചിട്ട് ആ സഹോദരന്റെ മനസ്സിൽ ഇന്നു തന്നെ നീ മാറ്റം കൊടുക്കണേ റബ്ബേ. ഖൽബ് മറിക്കുന്നവരും തിരിക്കുന്നവനൊക്കെ നീയാണല്ലോ റബ്ബേ. അല്ലാഹുവേ നീ ഇവർക്ക് മാറ്റം കൊടുക്കണേ റബ്ബേ. അവരെ തമ്മിൽ യോജിപ്പിക്കണേ അല്ലാഹ്. ചെയ്യാണ് മഹാനെ ഉമർസാദ് ദുആ ചെയ്യും. ഒരു സഹോദരി ഒരു സ്വർണ്ണാഭരണം നമ്മളെ സ്ഥാപനത്തിന് വേണ്ടി കൊടുത്തയച്ചിട്ടുണ്ട്. നിങ്ങൾ നാളത്തെ ഈ പരിപാടി കൊടുത്തേക്കണം. നിങ്ങൾ ഇപ്പം എൻ്റെ സ്ഥാപനത്തിനെല്ലാം നിങ്ങൾ സഹായിക്കണം. നിങ്ങൾ ഇവിടെ ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ പല ആളുകളെമ്പാടും പല ഘട്ടത്തിലും സഹായിക്കുന്നുണ്ട്. എപ്പോഴും ദുആ ചെയ്യും. അത് മാത്രം അങ്ങ് തിരിച്ചു തരാനുള്ളത് ഒരുപാട് ആളുകളും അതിൻ്റെ സഹായികളാണ്, സഹകാരികളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആ സ്വർണ്ണാഭരണം കൊടുത്തയച്ച ആ സഹോദരി അവർക്ക് അപസ്മാരമുള്ള ഒരു മോനുണ്ട്. അല്ലാഹു കുട്ടിയുടെ രോഗം സുഖപ്പെടുത്തി കൊടുക്കട്ടെ. പടച്ചോനെ ആ രോഗം നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ സുഖപ്പെടുത്തി കൊടുക്കണേ റബ്ബേ. അവരുടെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട്, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ആ കുടുംബത്തെ നീ സ്വർഗാവകാശികളാക്കണേ റബ്ബേ. ഗൾഫിൽ പോകാൻ പ്രയാസപ്പെടുന്ന സഹോദരൻ റബ്ബേ, അവർക്ക് അതിന്റെ വഴി നീ എളുപ്പമാക്കണേ അല്ലാഹ്. തടസ്സങ്ങളൊക്കെ നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. റബ്ബനാ അല്ലാഹുവേ സഹായിച്ച മുഴുവൻ ആളുകളുടെയും സഹായം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. മഹാനായ
ഉമർ ഉസ്താദ് ദുആ ചെയ്യാൻ വേണ്ടി നമ്മുടെ വേദിയിലെത്തിയിട്ടുണ്ട്. ഉസ്താദിന്റെ ദുആ നടക്കുകയാണ്. മഹാനവറുകൾക്ക് അല്ലാഹു ആരോഗ്യത്തോടെ ദീർഘായുസ്സ് കൊടുക്കട്ടെ. നിങ്ങൾ വലിയ സൗഭാഗ്യമുള്ള ആളാണ്. സമസ്തയുടെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് നിങ്ങളുടെ മഹല്ലത്തിന്റെ ഖാദിയാണ് എന്നതിൽ നിങ്ങൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യണം. അങ്ങനെ പുണ്യനബിക്ക് ഒരു സൗഭാഗ്യമൊക്കെ വരുമ്പോൾ അതിന് ശുക്ർ ചെയ്യാൻ ഉമ്മത്തിനോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ ഇടയിൽ ആലിമ്യങ്ങൾക്കൊക്കെ അള്ളാഹു വലിയ നിഅമത്ത് ചെയ്യുമ്പോൾ നമ്മളതിൽ സന്തോഷിക്കുകയും ശുക്ർ ചെയ്യുകയും ചെയ്യണം. അള്ളാഹു മഹാനവറുകൾക്ക് ആരോഗ്യത്തോട് ദീർഘായുസ്സ് കൊടുക്കട്ടെ. ധീരമായി കണ്ണൂരിൽ സമസ്തക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ലാത്തൊരു ഘട്ടുണ്ടായിരുന്നു. അന്ന് ഏകാംഗമായി പോയിട്ട് സമസ്തക്ക് വേണ്ടി പൊരുതിയ മഹാനാണ് മഹാനായ ഉസ്താദ് വർഗരുടെ പിതാവ് കുയ്യോട് ഉസ്താദ്. അള്ളാഹുരുടെ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കട്ടെ, സ്വർഗമാക്കി കൊടുക്കട്ടെ. ആ വാപ്പായുടെ വഴിയെ തന്നെ അഭിമാനത്തോടെ ജീവിച്ചു അള്ളാഹുവിന്റെ ദീനിന് നേതൃത്വം നൽകാൻ മഹാനവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഉമറാക്കളിൽ പ്രമുഖരായ ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ചെയ്ത സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തതൊക്കെയും അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.